ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. വോയിസ് ക്ലിയർ ആണോ എന്നുള്ളതൊക്കെ നോക്കുക. ഹായ് രേഷ്മ. സോ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മളിപ്പോൾ അവസാന ദിവസത്തിലാണ് നമുക്കിനി അടുത്ത ദിവസം എക്സാം വരികയാണ്. യൂണിവേഴ്സിറ്റി GS എക്സാം, പ്രിലിമിനറി എക്സാം വരികയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ ആണല്ലേ? ശരി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മാത്സൊക്കെ നന്നായിട്ട് പഠിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞവർ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ സമയം ഒരു പക്ഷേ വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യമേ എന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാനൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് നമുക്ക് മറ്റന്നാൾ എക്സാം ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ടോപ്പിക്കുകൾ പഠിക്കേണ്ടെങ്കിൽ പഠിച്ചോളുക. അപ്പോൾ ഇത് നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യുക, അതായത് കൺക്ലൂഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മീൻസ് എന്താണ്, നമുക്ക് ഇനി വരുന്ന എക്സാംസിന് മാത്സ് നന്നായിട്ട് നിങ്ങൾ നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് മറിച്ച് നോക്കാനൊക്കെ ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് മാത്സ് ബാക്കി വെച്ചിരിക്കുന്നവർ, മാത്സ് തറവായിട്ട് പഠിച്ചവരല്ല, മാത്സ് ബാക്കി വെച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടോപ്പിക്കിലും, നമുക്ക് ഇപ്പോൾ മാത്സിനകത്ത് 8 ടോപ്പിക് ഉണ്ട്. 8 ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തായാലും നോക്കിയിട്ട് പോവേണ്ട ചോദ്യങ്ങൾ, അതായത് LGS ലെവലിൽ പ്രിലിമിനറിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പോകുന്ന ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആ ചോദ്യങ്ങൾ നിങ്ങൾ പറയണമെങ്കിൽ മാത്രമേ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ അതിനകത്ത് നിന്നും പഠിച്ചിട്ട് പോവേണ്ടത്, ഏതൊക്കെ മോഡൽ ചോദ്യങ്ങളാണെന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ അനിത ഹായ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ വർക്കൗട്ട് ചെയ്യുള്ളൂ. അതായത് നമ്മളിപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇപ്പോൾ LCM-നകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട്, ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം എന്നുള്ള ഐഡിയ ആയിരിക്കും നമ്മൾ തരാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഓക്കെ, രേഷ്മ പ്രിപ്പയർഡ് ആണ്, ബട്ട് മറ്റന്നാൾ എക്സാം ഉള്ള, അപ്പോൾ ഞാൻ ഓക്കെ ശരി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങളത് കളഞ്ഞിട്ട് ഇവിടെ നിൽക്കരുത്, നിങ്ങൾ പോയി പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മാത്സ് ഓക്കെ ആണെങ്കിൽ നിൽക്കരുത്. അപ്പോൾ നമ്മളിത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യില്ല. ഞാൻ ഓരോ മോഡൽ പറയുമ്പോഴും ആ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ വേണം എന്ന് ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. കാരണം നമുക്കിനി ഒരുപാട് സമയം കളയാനില്ല. അപ്പോൾ ഏതൊക്കെ മോഡൽസ് ചോദ്യങ്ങൾ നിങ്ങൾ ഷുവറായിട്ട് നോക്കിയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് പോകണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പോയിക്കൊള്ളണം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, സമയം പോലെ മീൻസ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. സാധാരണ LGS ലെവൽ എക്സാംസിന് ചോദിക്കുന്ന മോഡൽ ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് പറയുന്നത്. അതായത് ഇനി നമുക്ക് ഒട്ടും സമയമില്ല എന്ന് ധൃതി വെച്ച് പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. നിങ്ങൾക്ക് ബാക്കി ആർക്ക് വേണോ വെയിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അതല്ല സമയം വെറുതെ കളയരുത് എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ പറയരുത് വന്നിട്ട് യൂസ്ഫുൾ ആയില്ലല്ലോ, വെറുതെ വന്നിട്ട് സമയം കളഞ്ഞു നിങ്ങൾക്ക് തോന്നരുത്. ഓക്കെ, അങ്ങനെയുള്ള ടോപ്പിക് നമ്മൾ ടോപ്പിക് ബേസ് ആയിരിക്കും പറയുന്നത്. ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ട് നോക്കിയിട്ട് പോവേണ്ട സാധനങ്ങൾ. നന്ദു ബ്രോ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അൽനിക്കോ അലുമിനിയം പ്ലസ് നിക്കൽ പ്ലസ് കൊബാൾട്ട് പ്ലസ്. ഓക്കെ ബ്രോ, അപ്പോൾ അത് നമ്മൾ തിരുത്തുകയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ അൽനിക്കോ എന്ന് പറയുന്ന ലോഹ സങ്കരം തന്നെയാണ്, പക്ഷേ അതിനകത്തുള്ള ഏതൊക്കെ ലോഹങ്ങളാണ് ചേർന്നിട്ടുള്ളതെന്നാണെന്ന് നന്ദു ബ്രോ പറയുന്നത്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ കേട്ടോ. 4 സാധനങ്ങളാണ് മിക്സ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ബ്രോ, സൂപ്പർ ആയിട്ടുണ്ട്. അത് പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞല്ലോ. സൂപ്പർ. ഓക്കെ ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുക. സമയം വേസ്റ്റായും തോന്നരുത്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്നത്തെ ഓരോ ടോപ്പിക് ബേസ് നമ്മൾ പറയാൻ പോവാണ്. മാത്സ് ആയിരിക്കും മെയിനായിട്ട് പറയാം. മെന്റബിലിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ മാത്സിനകത്ത് നമുക്ക് 8 ടോപ്പിക്കിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഏറ്റവും വേഗത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കണം. സോ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, സാധാരണയായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എണ്ണൽ സംഖ്യകളുടെ തുക, ദെൻ ഇരട്ട സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ തുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു പോർഷൻ കൂടിയുണ്ട്. അതുകൂടെ ഞാൻ നോട്ടിഫൈ ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ശരി, അപ്പോൾ നമ്മളിതുകൂടെ പറയാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ്, ഒന്നെന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഫോർമുല. അതായത് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. അത് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോകണം. ആ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. ആ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. പ്രീവിയസ് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീണ്ടും പ്രീവിയസ് ഇട്ട് സമയം കളയാത്തത്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്താണ് കേട്ടോ. അപ്പോൾ n × n+1/2 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന എണ്ണൽ സംഖ്യകളുടെ തുക, അതായത്
എന്തായിരിക്കും ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? 1 മുതൽ 100 വരെയുള്ള അല്ലെങ്കിൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? സോ 100 × 101/2 എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, വിദ്യ ഹായ്, ഗുഡ് ഈവനിങ്. സോ റഷീന ഹായ്. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യുന്ന ചോദ്യം നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ക്വസ്റ്റിന്റെ പാറ്റേൺ എന്താണ്? 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക. ഇത് 100 മാറ്റി ഏത് ചോദ്യം വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ, പ്രശ്നമില്ലല്ലോ. ദെൻ രണ്ടാമത് ഇനി വരുന്ന 2 ടോപ്പിക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഒറ്റ സംഖ്യകളുടെ തുകയും ഇരട്ട സംഖ്യകളുടെ തുകയും. ഇത് നമ്മളെ തെറ്റിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വേണമെങ്കിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ് ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക എന്ത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ശ്രദ്ധിക്കുക. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക എന്ത്? ഇരട്ട സംഖ്യകളുടെ തുക. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇരട്ട സംഖ്യകളുടെ തുക എന്താണ്? n × n+1. അപ്പൊ നമ്മൾ എന്ത് പറയും അതിനെ? 30 × 31. ക്ലിയർ അല്ലേ? സോ ഇതായിരിക്കും ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി എന്താണ് അത് വരുന്ന മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയാണ്. അത് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, വിനീഷ് ഇപ്പോഴാണ് തുടങ്ങിയത് കേട്ടോ, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, 7 മണിക്ക് തുടങ്ങിയതേ ഉള്ളൂ. സന്തോഷ് കുമാർ ഗുഡ് ഈവനിങ്. ഇച്ചൂസ് ഹായ്. അപ്പോൾ ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു മാറ്റം വരുത്തി ചോദിക്കുമ്പോൾ എന്താണ് തെറ്റെന്ന് ഞാൻ പറയാൻ പോവാണ്. ഇത് ചോദിച്ചാൽ എങ്ങനെയാണ്? ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോക്കണം കേട്ടോ ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ മാത്രം പറയാം, അല്ലെങ്കിൽ വെറുതെ നമ്മൾ സമയം കളയരുത്. നമുക്ക് മറ്റന്നാൾ എക്സാം ആണ്, ബാക്കി ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. സോ എന്താ പറയാണ് നമ്മൾ 30 × 30. ഇത് നമ്മൾ ഓക്കെ ആണ്, കുഴപ്പമില്ല. ഇനി ക്വസ്റ്റ്യൻ വേറൊരു പാറ്റേണിൽ ചോദിക്കും. ആദ്യത്തെ 30 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എന്ത്? 30 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. ഇവിടെ നമ്മൾ മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇരട്ട സംഖ്യകളുടെ തുക n × n+1 ആണ്. അതുകൊണ്ട് n × n+1 ഫോർമുല കൊടുക്കും. ദെൻ 30 കണ്ടു, 30 ഇരട്ട സംഖ്യകളുടെ തുക നമ്മൾ എന്തെഴുതും? 30 × 31. പക്ഷെ അങ്ങനെയല്ല, ഇത് ആദ്യത്തെ 30 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. മീൻസ് 30 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ, അതായത് ആദ്യത്തെ 30, അതായത് 1 മുതൽ 30 വരെ ആദ്യത്തെ 30 സംഖ്യകളിൽ ഇരട്ട സംഖ്യകളുടെ തുക എന്തെന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ 30 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക, അതായത് 30 വരെയുള്ള എന്ന് പറയുമ്പോൾ 1 മുതൽ 30 വരെ, 1 മുതൽ 1, 2, 3 എക്സെട്ര അങ്ങനെ 30 വരെ എഴുതുമ്പോൾ ഉള്ള ഇരട്ട സംഖ്യ, അതിനകത്തുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ്. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും 1 മുതൽ 30 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും? അവിടെ 15 ഇരട്ട സംഖ്യയിൽ ഉണ്ടാവുള്ളൂ. കാര്യം 30 വരെ സംഖ്യകൾ എടുക്കുമ്പോൾ 15 ഇരട്ട സംഖ്യയും 15 ഒറ്റ സംഖ്യ ആയിരിക്കും. ഈ ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സംഖ്യകളുടെ എണ്ണം. എപ്പോഴും n എന്ന് പറഞ്ഞ സംഖ്യകളുടെ എണ്ണമാണ്. 15 × അതായത് n × n+1 15 × 15 അതായത് 16. ഇതായിരിക്കും അതിന്റെ ആൻസർ. അപ്പോൾ ഇത് കൃത്യമായും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചോണം. ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഇത് ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക. ഇത് ഒറ്റ വ്യത്യാസം, വരെയുള്ള എന്ന് പറയുന്ന സാധനം കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ആ സാധനം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർത്തോളുക. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് പറയാം, നമ്മൾ ഒറ്റ സംഖ്യകളുടെ കേസ് പറയുമ്പോഴും നമ്മൾ പറയാം. ഒറ്റ സംഖ്യകളുടെ കേസ് നമുക്കറിയാം എന്താണ്? ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക. 30 ഒറ്റ സംഖ്യകളുടെ തുക ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം അത് ഫോർമുല n² ആണ്. അതുകൊണ്ട് 30ന്റെ സ്ക്വയർ കണ്ടുപിടിക്കും. ആൻസറായി. രേഷ്മ ക്ലിയർ ആണ് അല്ലേ? ശരി. ഇനി നമുക്ക് ഈ ചോദ്യം ഇതുപോലെ മാറ്റും. എന്താണ്? ആദ്യത്തെ 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്നാണ്. അപ്പൊ 30 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 1 മുതൽ 30 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 15 ഒറ്റ സംഖ്യകൾ. സോ 15ന്റെ സ്ക്വയർ. അനി ബ്ലോഗ് ഹായ്. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കൃത്യമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഇത് നമ്മളെ തെറ്റിക്കുന്ന ഒരുപാട് പ്രാവശ്യം നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഷുവറായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഈ ക്വസ്റ്റിന്റെ ഒരു വാക്ക് വരെയുള്ള കയറി വരുമ്പോൾ നമുക്ക് അത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. സാധാരണയായിട്ട് സംഖ്യയിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ചോദിക്കുന്നെങ്കിൽ ഈ മോഡൽ ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കുക. ഇനി ചോദിക്കാൻ പറ്റിയ മറ്റൊരു ചോദ്യം കഴിഞ്ഞൊരു എക്സാമിന്, കഴിഞ്ഞ പ്രിലിമിനറിക്കോ സംതിങ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അനഘസംഖ്യ. സംഖ്യകളല്ലാതെ പഠിച്ചു വെച്ചോളൂ. അതിൽ അനഘസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ എന്ന് പറയുന്ന സാധനമുണ്ട്. അനഘസംഖ്യ ഇതാണോ എനിക്ക് സംശയം കേട്ടോ. മറ്റേ ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ മറ്റേ ഘാണെന്ന് അറിയില്ല. സംതിങ് അനഘസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും. പരിപൂർണ സംഖ്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. വിഷ്ണു ഹായ്. സോ ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ.
അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നിതീഷ് ഹായ് ഓക്കെ ശരി. അപ്പോൾ ഇതൊരു കാര്യം കഴിഞ്ഞൊരു പ്രിലിംസിന് നമ്മൾ സാധാരണ സംഖ്യകൾ വിട്ടിട്ട് പോകുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ അതിൽ നമുക്ക് ചോദിച്ച സംഭവമാണ് അനക്കസംഖ്യ എന്ത്, പരിപൂർണ്ണ സംഖ്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോണം. അതായത് 6 എന്ന് പറയുന്നൊരു സംഖ്യയുടെ ഘടകങ്ങൾ നമ്മൾ എഴുതാണെന്ന് വിചാരിച്ചു. ഘടകങ്ങൾ അല്ലെ, എന്താ 6ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് 6നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 പറ്റും, 2 പറ്റും, 3 പറ്റും, 6 പറ്റും. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു സംഖ്യയുടെ പ്രത്യേകത നമ്മൾ പറയാണ്. ഈ സംഖ്യകളുടെ 2 രീതി അനക്കസംഖ്യകളുടെ ഡെഫിനിഷൻ പറയാനുണ്ട്. സിംഗിൾ ഹൈ ശരി. അപ്പം ഡെഫിനിഷൻ 1 എന്ന് പറയുന്നതാണ് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുമ്പോൾ വിജിത ഹായ് ഓക്കെ ഘടകങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഘടകങ്ങൾ എഴുതിയതിനു ശേഷം ആ സംഖ്യയെ മാറ്റുകയാണെങ്കിൽ, അതായത് ആ ഘടകങ്ങളിൽ നിന്നും ആ സംഖ്യ അങ്ങ് മാറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള സംഖ്യകൾ 3 + 2 + 1 എത്ര കിട്ടും? 3 2 5 1 6. ആ സംഖ്യ ബാക്കിയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഈ സംഖ്യ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ. സുരേഷ് ഹായ്. അപ്പോൾ ഒന്ന് നമുക്ക് പറയാം, ഒരു സംഖ്യയിലെ ഘടകങ്ങൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരികയാണെങ്കിൽ ആ ഘടകങ്ങളിൽ നിന്നും സെയിം സംഖ്യ എടുത്ത് മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ തുക സംഖ്യ തന്നെയാണെങ്കിൽ ആ സംഖ്യ വിളിക്കുന്ന പേരാണ് അനകസംഖ്യ എന്ന് പറയുന്ന അനകസംഖ്യ. സുരേഷ് കുമാർ ഹായ് ഹായ് ഓക്കെ. അപ്പോൾ ഇനി വേറൊരു ഡെഫിനിഷൻ പറയാൻ പറ്റും. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുമ്പോൾ ആ സംഖ്യയുടെ ഘടകങ്ങളുടെ തുക, മൊത്തം ഘടകങ്ങളുടെ തുക ഈ സംഖ്യയുടെ ഇരട്ടിയാണെങ്കിൽ, നോക്കാം 2 1 3 3 3 6 6 6 12 6ന്റെ ഇരട്ടിയല്ലേ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് അനകസംഖ്യ. 6നെ വിളിക്കുന്ന പേരാണ് അനകസംഖ്യ. ദെൻ 28. 28 ഘടകങ്ങൾ നിങ്ങൾ നോക്കിയേ. 28 ഘടകങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് 6ന്റെ ഇരട്ടിയാവില്ലേ? 6ന്റെ ഉൾപ്പെടെ നോക്കും. അതെ 6, അതാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഒരുപാട് പേര് പറയുന്നുണ്ട്. ഫിൽസ ഹായ് ഓക്കെ. സിംഗിൾ 1236 1 2 3 6 ശരി ഓക്കെ. സോ 28 ഘടകങ്ങൾ നിങ്ങൾ ഇതുപോലെയാണോ നോക്കിയേ. നമുക്ക് 2 ഡെഫിനിഷൻ പറയാം. ഒന്ന്, ഈ സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുമ്പോൾ സംഖ്യയുടെ ഇരട്ടി കിട്ടണം, അല്ലെങ്കിൽ സംഖ്യ എടുത്ത് മാറ്റുമ്പോൾ സംഖ്യ 2 ഡെഫിനിഷൻ പറയാൻ പറ്റും. ദെൻ 28 ഘടകങ്ങൾ നിങ്ങൾ നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും ഇതുപോലെ ഒരു മിനിറ്റ് ഇതുപോലെ തന്നെയാണ് ഇതിന്റെയും ആൻസർ വരിക എന്നുള്ളത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ബാക്കി പറയാം. നോക്കിയേ, അപ്പൊ എന്താ ഘടകങ്ങൾ? 1 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റും, ദെൻ 3 കൊണ്ട് പറ്റില്ല, 4 കൊണ്ട് പറ്റും, ദെൻ ഇനി ഏതാ പറ്റുക? 7 കൊണ്ടല്ലേ പറ്റുള്ളൂ. ഇനി വേറെ ഒന്നും പറ്റല്ലോ. 7 ദെൻ 14 ദെൻ 28 അല്ലെ? ഇതാണ് ഘടകങ്ങൾ എന്ന് പറയാം. ശരിയല്ലേ? ഫിൽസർ 496. അതെ 496 ഉണ്ട്. ഓക്കെ, നമുക്ക് പറയാം. അതിലേക്ക് നമുക്ക് വരാവേ. ഓക്കെ, 1 2 3 3 4 3 7 7 14 14 14 28 ഇതുവരെ ആയപ്പോൾ 28 28 56 ഇരട്ടിയായില്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയാ? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയാ കേട്ടോ. പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ അനകസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ്ണ സംഖ്യ. കഴിഞ്ഞ പ്രാവശ്യം ഈ പരിപൂർണ്ണ സംഖ്യ എന്നല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? അനകസംഖ്യ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇനി അപ്പൊ ഇത് ഒരു 1 ഡിജിറ്റ് ആണ്, ഇത് 2 ഡിജിറ്റ് ആണ്. ദെൻ അടുത്ത 496 3 ഡിജിറ്റ് ആണെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ. 6 കഴിഞ്ഞപ്പോൾ 28 28 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 496 ആണ്. ഓക്കെ, സിംഗിൾ ശരിയാണ് കേട്ടോ അത് പറഞ്ഞത്. ഇനി അടുത്തത് 8128. ഇതാണ് നാലാമത്തെ എന്ത് പറയുന്ന 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയാം. 8128 എന്നുള്ളതാണ് 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. 4 ഡിജിറ്റിൽ വരുന്ന അനകസംഖ്യ. അപ്പോൾ 4 ഡിജിറ്റ് ഓർമ്മിച്ച് വെച്ചോളുക. ചിലപ്പോൾ ഏതോ ഒരു എക്സാമിന് ഞാൻ കണ്ടെന്ന് തോന്നുന്നുണ്ട് 4 ഡിജിറ്റോ 3 ഡിജിറ്റോ സംതിങ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിന്റെയൊക്കെ ഘടകങ്ങൾ എഴുതി നോക്കി കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായി. അപ്പം ജസ്റ്റ് ഓർത്തുള്ള 6 28 496 8128 ഇതായിരിക്കും അനകസംഖ്യകൾ എന്ന് പറയാം. യഷ്മലാൽ ഓക്കെ ശരിയാണ്. ഡൺ. അപ്പോൾ ഇതുകൂടെ ജസ്റ്റ് ഒന്ന് സംഖ്യകൾ, ബാക്കിയുള്ള സംഖ്യകളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും ഒന്ന് സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകളിൽ ഓർത്ത് വെച്ചോളണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ജസ്റ്റ് ഓർത്തോളുക. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളണം. ഞാൻ ആദ്യമേ പറഞ്ഞത് വീണ്ടും ഇവ ഇടയ്ക്ക് വന്നവർക്ക് വേണ്ടി പറയാണ്. നിങ്ങൾക്ക് ടോപ്പിക്കുകളൊക്കെ ഓക്കെയാണ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചുവെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ സമയം കളയരുത്. ഉറപ്പായിട്ടും നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള പഠിക്കാനുള്ളത് പഠിച്ചോളുക. നമുക്ക് മറ്റന്നാൾ എക്സാം ആണ്. ഇവിടെ നമ്മൾ ഓരോ ടോപ്പിക് ബേസിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകേണ്ട, ടോപ്പിക്കുകൾ മാത്രം പറഞ്ഞിട്ട് പോവാണ്. സോ ഇത് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഇത് ഫസ്റ്റ് സംഖ്യകളിനകത്ത് ഇതൊക്കെയാണ് സാധാരണയായിട്ട് LGS ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ LGS ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ട് പോവാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത വരുന്ന ടോപ്പിക് ഏതാണ്? ദെൻ നമുക്കിനി വരുന്നത് LCM and HCF ആണ്. അപ്പോൾ LCM and HCF നമ്മൾ നോക്കേണ്ട ചോദ്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ LCM HCF നമുക്ക് പൊതുവേ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല, ഒരു ബേസിക് ലെവലിലുള്ള 2 ചോദ്യങ്ങളുണ്ട്.
ഒന്ന് ഒരു 3 സംഖ്യ തന്നിട്ട് ഇന്നലെ കൂടി നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് അല്ലേ ഇത്. സന്തോഷ് കുമാർ ക്ലിയർ ആണ്? യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയാ, നമുക്കൊരു 3 സംഖ്യ 18, 12, 18, 24 എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ LCM കണ്ടുപിടിക്കുക. എന്താണ് LCM എന്ന് ചോദിക്കുന്ന ബേസ് ലെവൽ ചോദ്യം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ HCF എന്ന് ചോദിക്കുന്ന ബേസ് ലെവൽ ചോദ്യം. ഒരു ഷുവർ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് LCM ആൻഡ് HCF ൽ നിന്നുള്ള ഈ ഒരു ചോദ്യം എന്ന് പറയുക. സാധാരണ നമ്മൾ LGSന്റെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്ക് സാധാരണയായിട്ട് കോമൺലി കാണുന്ന ഒരു ചോദ്യമാണ്. ഇന്നലെ നമ്മൾ ചെയ്ത ചോദ്യമാണ്. അതൊന്ന് നോക്കി വെച്ചോളുക. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. നമുക്കറിയാം, ഇങ്ങനെ ഘടകക്രിയ രീതിയിലൊക്കെ വരച്ചിട്ട് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. ഇനി അതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നമ്മുടെ എന്ത് പറയാ, LC. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്ന ചോദ്യം. LCM ഇൻറ്റു HCF ഇസ് ഈക്വൽ ടു സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയാം. അപ്പൊ 2 സംഖ്യകൾ എയും ബിയും 2 സംഖ്യകളാണെങ്കിൽ ആ സംഖ്യകളുടെ ആരതി ഹായ് ഓക്കെ, ഈ സംഖ്യകളുടെ LCMകളുടെ അല്ലെങ്കിൽ LCMന്റെയും HCFന്റെയും ഗുണനഫലം എന്താണ്, ആ സംഖ്യകളുടെ ഗുണനഫലം തുല്യമാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത് ഒരുപാട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ, ഒരു ടൈപ്പ് എങ്ങനെയാണ്, LCM തരും, സംഖ്യ ഓരോന്നും തരും, 2 സംഖ്യയും തരും, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നതോട് ചോദിക്കും എന്താണ് HCF ചോദ്യം. 2 എങ്ങനെയാണ്, HCF തരും, ദെൻ സംഖ്യകൾ തരും, ദെൻ എന്താണ് LCM എന്ന് ചോദിക്കും. സംഖ്യകൾ തരേണ്ട ചാൻസ് വളരെ കുറവാണ്. സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും തന്നിരിക്കുക എപ്പോഴും. സംഖ്യകൾ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് LCM കണ്ടുപിടിക്കാമല്ലോ. ബീന ഹൈ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാധ്യത വളരെ കുറവാണ്. ഇതെങ്ങനെയായിരിക്കും തന്നിരിക്കുക. ഇനി 3ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണ്, ദെൻ ഇതുപോലെ LCMഉം HCFഉം തന്നിരിക്കും, എന്നിട്ട് എന്ത് ചോദിക്കും, സംഖ്യകളുടെ ഗുണനഫലം ചോദിക്കും. ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സുരേഷ് കുമാർ മോഡൽ ക്വസ്റ്റ്യൻ, ഇതിന്റെ ഫോമിലെ മോഡൽ ക്വസ്റ്റ്യൻ വേണമെന്നാണോ പറഞ്ഞത് സുരേഷ് കുമാർ? എനിക്ക് മനസ്സിലായില്ല. ഈ മോഡലിന്റെ ക്വസ്റ്റ്യൻ വേണമെന്നാണോ പറഞ്ഞത്? എങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമ്മൾ ചെയ്യും. ഞാൻ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ ചെയ്യും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞല്ലോ കേട്ടോ. അതല്ല ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേണ്ട. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 2 മോഡൽ സാധനം മനസ്സിലായല്ലോ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യം എല്ലാ മോഡലും പറഞ്ഞു പോവാണ്. ശരി, അപ്പോൾ സുരേഷ് കുമാർ ആവശ്യമായി പറഞ്ഞല്ലോ കേട്ടോ. നമുക്കിത് ചെയ്യും. ദെൻ ഇനി ഇതിൽ വരുന്ന വേറൊരു അപ്പോൾ ഇത്രയും സാധാരണ LGSൽ നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് പോകും. ഒരുപാട് നമ്മൾ നോക്കിയിട്ട് പോകണം. ഇനി ഇതിനകത്ത് സിംഗിൾ യെസ് മോഡൽ വേണം, യെസ് നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻ വേണം, നമുക്ക് ചെയ്യാം, തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ വേണം, ഓർത്തോളൂ. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ഇതിനകത്ത് വരുന്ന അടുത്തൊരു ടൈപ്പ് ചോദ്യം, നമ്മൾ ഇതിനകത്ത് തന്നെ ഫ്രാക്ഷന്റെ LCM HCF കണ്ടുപിടിക്കുന്നതിനെ കൊണ്ട് 1/2 1/4 ഇതൊക്കെ നമുക്ക് സാധാരണ LGSന് അങ്ങനെ ചോദിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്ന് വെറുതെ കയറി സമയം കളയണ്ട. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഓടിച്ച് പഠിച്ചിട്ട് പോകുന്നവരാണെങ്കിലാണ് ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിലെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ബാക്കി എല്ലാം പഠിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. ഇത് നമ്മൾ എന്തായാലും നോക്കിയിട്ട് പോകുന്ന ടോപ്പിക്കാണ്. സുരേഷ് കുമാർ വേണം, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ ചോദിക്കാം, LD ലെവൽ ക്വസ്റ്റൻ ആണ് എങ്കിലും അതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് ചോദിക്കാം. ഈ ലൈറ്റുകൾ കത്തുന്ന അലാറം അടിക്കുന്ന ക്വസ്റ്റ്യൻ, അലാറം മുഴങ്ങുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ലൈറ്റ് ബൾബ് കത്തുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 3 ലൈറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ 3 അലാറം ക്ലോക്കുകൾ ഉണ്ട്. അത് നിശ്ചിത ഇത്ര 12 സെക്കൻഡിലും 5 സെക്കൻഡിലും 3 സെക്കൻഡിലൊക്കെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, അലാറം ശബ്ദം ഉണ്ടാക്കുന്നു. ദെൻ ഇനി എത്രാമത്തെ സമയത്താണ് അലാറം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം. അത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അത് LD ലെവൽ ആണെങ്കിൽ പോലും LGSന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. സിംപ്ലി എന്ത് കണ്ടുപിടിച്ചാൽ മതി, LCMഉം HCF അല്ലെങ്കിൽ LCM കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് കടുപ്പിക്കാൻ വഴിയില്ല എക്സാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് LCM എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. ഇനി LCM HCF ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ അത് നമുക്ക് ഈ ഒരു LGS ലെവലിൽ, അതായത് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് വേണ്ടി നമുക്ക് മെയിൻസിന് പോലും അങ്ങനെ സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ടെന്നേ ഉള്ളൂ. പ്രിലിമിനറി എക്സാമിന് നമുക്കത് എക്സ്പെക്ട് ചെയ്യാതെ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ ടോപ്പിക് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കേണ്ടതുണ്ട്. നോക്കിയിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന് പറയാം. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അതിനകത്ത് നമ്മൾ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് പറയാം. ഇപ്പൊ നമ്മൾ ക്ലാസ്സിന്റെ പോകുന്ന ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നിങ്ങൾ ഇനി ചിന്തിക്കുക, ഇത് നിങ്ങൾക്ക് ഇരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ലെന്നോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്, പുതുതായിട്ട് വന്നവര് ചുമ്മാ ഇരുന്ന് സമയം കളയരുത് വെറുതെ. ജാമിതീയ രൂപങ്ങൾ നമ്മുടെ സിലബസിനകത്ത് ഇല്ല ബ്രോ, അങ്ങനെ ഒരു സംഭവം ഇല്ല. ജാമിതീയ രൂപങ്ങളുടെ സിലബസേ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന്, കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പറയാത്ത സിലബസിന് പുറത്തുള്ള 11-12 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇല്ല എന്നുള്ള പ്രതീക്ഷയിൽ പോകാം എന്നുള്ളതേ പറയുള്ളൂ. ജാമിതീയ രൂപങ്ങൾ നമ്മുടെ സിലബസിനകത്ത് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ പറഞ്ഞ മോഡലിൽ 2 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഈ മോഡലുള്ള അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാന്നേ. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് എഴുതി വന്നോണം.
ഓക്കെ, ക്വസ്റ്റ്യൻ പറയുവാണ് ഞാൻ. രണ്ട് സംഖ്യകളുടെ എൽ സി എം 72. രണ്ട് സംഖ്യകളുടെ എൽ സി എം 72. രണ്ട് സംഖ്യകളുടെ എൽ സി എം 72. എച്ച് സി എഫ് 6. എൽ സി എം 72, എച്ച് സി എഫ് 6. 72 6 ആണ് കേട്ടോ. എൽ സി എം എന്ന് പറയുന്നത് 72, എച്ച് സി എഫ് 6. ഒരു സംഖ്യ 18 ആയാൽ, അതായത് ഒരു സംഖ്യ, ഏതൊരു സംഖ്യ എ എന്ന് പറയുന്നത് 18 ആയാൽ എന്താണ് രണ്ടാമത്തെ സംഖ്യ? എന്താണ് രണ്ടാമത്തെ സംഖ്യ? എന്താണ് രണ്ടാമത്തെ സംഖ്യ എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. അപ്പൊ ഇതൊന്നുമില്ല, നമ്മളിത് എങ്ങനെ ചെയ്യും? നമ്മളിതിനകത്ത് എൽ സി എം നമുക്ക് എല്ലാവരും എൽ സി എം 72 എന്ന് കൊടുക്കുന്നു, എച്ച് സി എഫ് 6 എന്ന് കൊടുക്കുന്നു, ഒരു സംഖ്യ 18 എന്ന് കൊടുക്കുന്നു, മറ്റേ സംഖ്യ നമുക്ക് അറിയാൻ പാടില്ല. സോ നമ്മൾ 18 എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പൊ എന്താവും? 72 × 6 ബൈ ഈ 18 ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ബൈ 18 ആവും. സി കൊണ്ട് എന്താവും? ബി എന്നാവും അല്ലേ? കാര്യം ഗുണിച്ചേക്കുന്ന 18 അല്ലേ? ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇച്ചിരി സ്പീഡിന് പറയുന്നത്. അപ്പൊ ഇൻറ്റു 18 ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡ്. സോ ഇത് ക്യാൻസൽ ചെയ്ത് നോക്കിയേ, 3 അല്ലേ? ഇനി 3 കട്ട് ചെയ്യുമ്പോഴോ 2 3 6 4 3 12. സോ ബി = 24. അപ്പൊ രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? 24 നമുക്ക് കിട്ടും. ഓക്കെ, സുരേഷ് കുമാർ ക്ലിയർ ആണോ ഈ സംഭവം? രേഷ്മ 24. അതെ, സ്പാരോ തഗ് ഒഫീഷ്യൽ 24. ഫിൽസ എന്നാണോ? ഓക്കെ, 24. വിജിത 24. നിതീഷ് O 24. ഫിൽസ 24. രേഷ്മ 24. സുരേഷ് കുമാർ സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ വേറൊരു മോഡൽ ചോദ്യം വേണോ? സംഖ്യകളുടെ ഗുണനഫലം ചോദിക്കുന്ന ചോദ്യം വേണോ? അങ്ങനെയെങ്കിൽ ഞാൻ തപ്പിയെടുത്ത് തരാം. വേണമെങ്കിൽ പറയണം, എങ്കിൽ നമ്മൾ ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സാധനം പറയാം. സർ ഫിൽസ. ഓക്കെ, ഫിൽസ. ഓക്കെ, ശരി ശരി, ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി സുരേഷ് കുമാർ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോവാം. വാമിക 24. യെസ്, ഡൺ. ഫിൽസ വേണ്ട, നമുക്കത് പറഞ്ഞു പോവാം. ശരി, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. സമയം നമുക്ക് കളയാനില്ല. സോ എന്താ പറയാം, അതിലിട്ട് വരാം അല്ലേ? ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത മോഡലിലേക്ക് വരാം. ശരി 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 ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട വിജിത ഓക്കെ ആണ്. അടുത്ത പോകാം രേഷ്മ. ശരി, അപ്പോൾ നമ്മളിവിടെ നിർത്തിയത് എന്താണ്? നമ്മൾ എൽ സി എം നിർത്തി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഭിന്നസംഖ്യയിലേക്കാണ് പോകുന്നത്. ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോകും. രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞു. ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനിലേക്കാണ് നമ്മൾ പോവാം. ഫ്രാക്ഷൻ അല്ലേ ഭിന്നസംഖ്യ. ഭിന്നസംഖ്യക്കകത്ത് നമ്മൾ പഠിക്കേണ്ട കുറച്ച് LGS ലെവലുള്ള ചോദ്യം ക്ലിയർ ആണ് റഷീന. ശരി, അപ്പോൾ നമുക്കൊന്ന് പറയാം. ഭിന്നസംഖ്യക്കകത്ത് നമ്മൾ നോക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇതിന്റെ സങ്കലനവും വ്യവകലനവും. സങ്കലനം ദെൻ വ്യവകലനം. ഓക്കെ, ബേസിക്കലി ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ എന്താണ്? പിന്നെ അതിന്റെ ഗുണനവും ഹരണവും. അത് സിംപ്ലി ഉള്ള ഗുണനവും ഹരണവും ഒക്കെ ആയിരിക്കും. വലിയ വലിയ ചോദ്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാൻ വഴിയില്ല. ഹരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ആയിരിക്കും. എന്താണ്? 1/2 + 1. അപ്പൊ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ശ്രുതി ഓക്കെയാണ്. ശരി, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ ഈ അര, കാല്, മുക്കാൽ. ഇതിന് എപ്പോഴും നമ്മൾ കാണുമ്പോഴും ഐഡിയ വന്നോളണം നമുക്ക്. കാര്യം അര + കാല് പെട്ടെന്ന് മുക്കാലിന് എഴുതാൻ പറ്റണം, മുക്കാലിൽ നിന്ന് കാല് കുറച്ച് അരന്ന് എഴുതാൻ പറ്റണം. ഈ കോൺസെപ്റ്റ് നമുക്ക് എപ്പോൾ കണ്ടാലും അരയും കാലും മുക്കാലൊക്കെ നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ 3/4 × 5/9 ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കുള്ള സിംപിളി മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് ചെയ്യാം. ഫ്രാക്ഷന്റെ HCF LCF പറയണോ? രേഷ്മ സോഷ് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് അങ്ങനെ ഫ്രാക്ഷന്റെ LCM HCF സാധനം ചോദിക്കാറില്ല, എങ്കിലും ഞാനിപ്പോൾ പറഞ്ഞുതരും. ചോദിച്ച സ്ഥിതിക്ക്, ഡൗട്ട് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഭിന്നസംഖ്യ നമുക്ക് ബേസിക്കലി നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നതാണ് ഒരു സങ്കലനം. ഇതൊക്കെ നമുക്ക് അറിയുന്ന ചോദ്യമാണ്. അറിയില്ല എങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എന്നോട് ചോദിച്ചോളൂ കേട്ടോ. നാളെ എപ്പോഴും സമയമുള്ളപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ്, നമ്പറൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറോ ടെലഗ്രാമിലെ നമ്പറോ എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചോദിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തോളുക. മറ്റേ എക്സാം ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സിംപ്ലി ഉള്ള ചോദ്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു മോഡൽ ചോദ്യം എന്ന് നമുക്ക് അതിനകത്ത് പറയാം. ഇനിയുള്ളത്
സാധാരണയായിട്ട് നമ്മൾ ഇന്നലെ ഏകദേശം 40 ചോദ്യത്തോളം അടുപ്പിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ് 2 മണിക്കൂർ ക്ലാസ്സിനകത്ത്. അത് നമ്മൾ പറഞ്ഞൊരു ചോദ്യം ഉണ്ട്, എന്താണ് വലുതേത് ചെറുതേത്, കമ്പാരിസൺ എന്ന് പറയും. ഒരു 4 ഭിന്നസംഖ്യ കൊടുത്തതിന് ശേഷം അതിൽ വലുതേത് ചെറുതേതെന്ന് പറയുന്ന വലുത് ചെറുതെന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു 4 ഭിന്നസംഖ്യ കൊടുത്തതിന് ശേഷം. ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് ഇപ്പോൾ 5/9, ദെൻ എന്താ പറയുക 8/12, ദെൻ 3 എത്രയാ അല്ലെ 7, ദെൻ 11/15, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നതിന് ശേഷം ഇതിൽ വലുതേത് ചെറുതേന്നുള്ളത് അല്ലെ. റെക്കോർഡ് ക്ലാസ് പിന്നെ കാണാൻ പറ്റും, ഉറപ്പായിട്ടും ക്ലാസ് റെക്കോർഡാണ്. കൃത്യമായി ഇത് കഴിയുമ്പോൾ യൂട്യൂബിനകത്ത് വരും കേട്ടോ. പിന്നെ നമ്മൾ ലൈവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഇതുപോലെ ചോദിക്കാൻ പറ്റും. റെക്കോർഡാകുമ്പോൾ ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇതുപോലെ റെക്കോർഡ് ക്ലാസ് ആണ്, കൃത്യമായി യൂട്യൂബിനകത്ത് കാണും കേട്ടോ. അപ്പൊ ഇതാണ് സംഗതി കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്നൊരു എക്സെപ്ഷണൽ കേസ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഇന്നലെ ക്ലാസ്സിൽ ഉള്ളവർക്ക് അത് അറിയാമായിരിക്കും. ഒരു എക്സെപ്ഷണൽ കേസ് നമ്മൾ ഇതിനൊരു എളുപ്പ വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ക്ലാസ് കയറി നോക്കുക. പിന്നെ സംഖ്യ ടോപ്പിക് നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ നോക്കിക്കൊള്ളുക. അപ്പൊ ഈ ഒരു ടൈപ്പ് ചോദ്യം ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ വേണമെങ്കിൽ പറയാം, ഇന്നലെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു എക്സെപ്ഷണൽ കേസ് ഇന്നലെ പറഞ്ഞാണ്. ആ ഒരു സാധനം തെറ്റിക്കരുത്, ഓർമ്മ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതെന്താണെന്നുള്ളത് ഇന്നലെ ക്ലാസ്സിൻ്റെ അതൊക്കെ ഉണ്ടോ ആരെങ്കിലും ഒക്കെ അതിനകത്ത്? ഇന്നലെ ക്ലാസ് സമയത്ത് നിങ്ങൾ തെറ്റിച്ചൊരു സാധനമുണ്ട്. നമ്മൾ ജസ്റ്റ് എല്ലാവരും നല്ല ഞാൻ പറഞ്ഞു, കുറച്ച് പേർക്കൊക്കെ ഒരു സംഭവം പ്രശ്നം വന്നാണ് നമ്മൾ പഠിച്ചു വെച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദ്യം സെയിം സാധനം തന്നെ ചോദിച്ചത്. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഇതിൽ വലുത് ഏത് എന്ന് കണ്ടുപിടിക്കുന്ന 4 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. 4 നോക്കിയിട്ട് പോവുക. ഛേദങ്ങൾ ഒരുപോലെയുള്ളത്, അംശങ്ങൾ ഒരുപോലെയുള്ളത്, ദെൻ ഡിഫറൻസ് ഇതുപോലെ ഡിഫറൻസ് നോക്കി 9 5 കുറച്ച 4, 12 8 കുറച്ച 4, എല്ലാം 4. അതുപോലെ വരുന്ന ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ അവസാനത്തെ വഴിയാണ് എന്ന് പറയാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യം ആണ്. ഭയങ്കര ചൂട്. ഓക്കെ, ഓർമ്മയുണ്ട് ആരതി, നന്ദു? യെസ്. സ്ഥിരം കുറച്ച് പേര് സ്ഥിരമുണ്ട്, അവർക്ക് മനസ്സിലാക്കി കാണുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണെന്നല്ല പറഞ്ഞതൊക്കെ നമ്മൾ ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊരു സാധനം. പിന്നെ ഉള്ളത് ചൂസ്. യെസ്, ഓക്കെ, ഓർമ്മയുണ്ട്. ദെൻ ഇനിയുള്ളത് എന്നറിയാവോ? ഇനിയുള്ളത് എന്താ പറയാ, നമ്മുടെ റഷീന 11 ഇതിൽ 11/15 5 അല്ല 15 വലുത് എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദശാംശ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അങ്ങനെ ചോദ്യം LGSന് സാധാരണ കാണാറുണ്ട്. ഒരു ഭിന്നസംഖ്യ തന്നതിന് ശേഷം എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്? നമ്മുടെ എന്തിലേക്ക്? നമ്മുടെ ദശാംശ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുക. ഇപ്പോൾ 7 അല്ലെങ്കിൽ ഇപ്പോൾ 7/5 പ്ലസ് ദെൻ അല്ലെങ്കിൽ 2/5 സംതിങ് 2/5 പ്ലസ് 1/4 ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതുക എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാം. അത് ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്ത് ചെയ്യുക, ഇതിന് ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നുള്ള ചോദ്യം. അല്ലെങ്കിൽ ഇതിന്റെ ഛേദങ്ങൾ എന്ത് ചെയ്യുക? ഛേദങ്ങൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്താണ് ഇവിടെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ? 100ലേക്ക് മാറ്റാൻ പറ്റും. 20 കൊണ്ട് മൾട്ടിപ്ലൈ, മുകളിൽ 20 കൊണ്ട് മൾട്ടിപ്ലൈ. ഇവിടെ എന്ത് ചെയ്യും? 25 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ 25 മൾട്ടിപ്ലൈ. ഇത് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. സോ 40/100 എന്ന് വരും. ഇവിടെ എന്ത് വരും? 25/100 എന്ന് വരും അല്ലെ? ഛേദങ്ങൾ ഒരുപോലെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ 65/100 എഴുതാൻ കാര്യം ഛേദം അതുപോലെ എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടും. 65/100 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദശാംശം കൊടുക്കുമ്പോൾ 2 സ്ഥാനം ദശാംശം 0.65. ഈ പറഞ്ഞ ഇച്ചിരി സ്പീഡിനാണ് പറയുന്നത് കേട്ടോ. സ്പീഡിന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഈ സംഭവങ്ങൾ കറക്റ്റ് നോക്കിക്കോണം. സുരേഷ് ബ്രോ ഏതാണ് ഈ കമ്പാരിസൺ ആണോ? കമ്പാരിസൺ 4 ടോപ്പിക് ഉണ്ട്, ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ തന്നാൽ മതി. ഇത് ക്ലാസ് കഴിയുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയോ ഫ്രാക്ഷൻ്റെ ആ ഒരു സാധനം പഠിക്കാനുള്ള വീഡിയോ തരാനായിട്ട്. സിമ്പിളി മനസ്സിലാവും കണ്ട. ഇപ്പം നമ്മൾ പറഞ്ഞാലേ തീരത്തില്ല, ഇപ്പോഴൊന്നും തീരത്തില്ല. ഈ കംപ്ലീറ്റ് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് തീർത്തിട്ട് സമയം ഉണ്ടേ പറയാം. അത് മതി ബ്രോ പറഞ്ഞാൽ വേറെ തോന്നരുത്. കാര്യം നമുക്ക് ഇത്രയും നമ്മളിത് നേരത്തെ ക്ലാസ്സിനകത്ത് ടെലഗ്രാമിലും പഠിപ്പിച്ച് ലൈവും പഠിപ്പിച്ച് ഇന്നലെയും പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇത് വീണ്ടും പറയുമ്പോൾ ഒത്തിരി സമയം നമുക്ക് വേസ്റ്റ് ആവും. അതുകൊണ്ടാണ്. ബുദ്ധിമുട്ടില്ലല്ലോ, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ തരാം. ഓക്കെ അല്ലേ? പോയിന്റ് പറഞ്ഞാണ്. ഇതാണോ? ശരി, ഇത് ഞാൻ പറയാം. ഇത് പറഞ്ഞാണ് അല്ലേ? ശരി, ഞാൻ കരുതി ഇതാണ്. ഓക്കെ, സോറി ബ്രോ, ഇതാണ് ഡൗട്ട് പറഞ്ഞത്. ഈ പോയിന്റ് വന്നാണ് ഡൗട്ട് പറഞ്ഞേ. ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോഴേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇപ്പോൾ 2/5 പ്ലസ് 1/4 നമുക്കിത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സിംപ്ലി ക്രോസ് ചെയ്ത് ചെയ്യാം. ഇങ്ങനെ എന്ത് വരും? 4 × 2 8 പ്ലസ് 5 × 3 1 5/20 കണ്ടോ? അപ്പോൾ ഇത് 8 5 13/20 നമുക്ക് വരും അല്ലേ? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 13 ഫ്രാക്ഷൻ മാറ്റുന്നത് അല്ലേ? ഇത് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ മറ്റത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ മെത്തേഡ് പറഞ്ഞത്. അപ്പോൾ ഇത് 13/20 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമുണ്ട്. 13 ഇത് നമുക്ക് 13/2 × 10 എഴുതാം കണ്ടോ? അപ്പോൾ 13/2 എത്രയാണ്? 13/2 എന്ന് പറയുന്നത് 6.5 ആണ് കേട്ടോ അല്ലേ? 13/2 6.5/10 10 എളുപ്പവഴി എന്താണ്? ഒരു സ്ഥാനം ഇപ്പുറത്തോട്ട് മാറി ദശാംശം കൊടുത്താൽ പോരെ? അപ്പൊ ഇത് ചാടി ഇപ്പുറത്ത് വരും 0.65.
ഓക്കെ ബ്രോ, ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണെങ്കിൽ ഇത് മതി. ഇത് ഞാൻ വേറൊരു മെത്തേഡ്, ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ഈ പറഞ്ഞ ഓക്കെ ആണോ? സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരും, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഇച്ചിരി സ്പീഡിനാണ് ഞാൻ പറഞ്ഞത്, സ്ലോ വൈസിൽ ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയണമെങ്കിൽ ഞാൻ പറയാം. ധൈര്യമായിട്ട് ചോദിച്ചോ, ഒരു പ്രശ്നമല്ല, ധൈര്യമായിട്ട് ഡൗട്ടുകൾ ചോദിക്കണം. ഒന്നുകൂടെ പറയുമെങ്കിൽ കൃത്യമായിട്ട് പറയും, പറഞ്ഞിട്ടേ പോകുള്ളൂ. അത് ക്ലിയർ ആയില്ലേ? ഓക്കെ ആണ്, ക്ലിയർ ആയി. ഓക്കെ, ഇത് മതി, നമുക്ക് ഇതിലോട്ടൊന്നും പോണ്ടാക്കി ഇത് മതി. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തത് ഈ മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു പോയത്. കുഴപ്പമില്ലല്ലോ. സോ ദെൻ ആരോ ഒരാൾ ചോദിച്ചൊരു ഡൗട്ട് ഉണ്ട്, എനിക്കൊന്ന് രേഷ്മയാണെന്ന് തോന്നുന്നു ഡൗട്ട് ചോദിച്ചത്. എന്താ പറഞ്ഞത്? ഭിന്നസംഖ്യകളുടെ LCM HCF അല്ലേ ചോദിച്ചാ? സോ ഭിന്നസംഖ്യകളുടെ LCM HCF നമുക്കൊന്ന് പറഞ്ഞു പോവാം, നോക്കാം നമുക്ക്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വിചാരിച്ചു. വിഷ്ണു രാജശേഖരൻ, ഹായ് ബ്രോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വേണം. ഏത് ക്വസ്റ്റ്യൻ ആണ് ബ്രോ? ഡെസിമൽ വരുന്ന ക്വസ്റ്റ്യൻ ആണോ പറഞ്ഞത്? എന്ത് ബ്രോ പറഞ്ഞത്? എന്താണ് ഡെസിമലിന്റെ ക്വസ്റ്റ്യൻ ആണോ? ഇങ്ങനെ നമുക്കത് പറയാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ. എനിവേ നമുക്ക് ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എനിക്കൊന്ന് രേഷ്മയാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി ആരാ വിശ്വാസം? എനിവേ പോട്ടെ. LCM, ഇതിന്റെ LCM കണ്ടുപിടിക്കണം, ഇതിന്റെ HCF. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. LCM വേണം, HCF വേണം. ഓക്കെ, ഇതാണ് ചോദ്യം എന്ന് വിചാരിച്ചോളാം. ഇത് നമുക്ക് കണ്ടുപിടിക്കണം, LCM HCF കണ്ടുപിടിക്കണം. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇത് കാണാതെ പഠിക്കാൻ നിൽക്കരുത്. നമുക്കിപ്പോൾ LCM ആണ് കണ്ടുപിടിക്കണം എന്നിരിക്കട്ടെ. നമുക്ക് ആദ്യം LCM കണ്ടുപിടിക്കണം എന്നിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കയ്യിൽ രണ്ട് സാധനങ്ങളുള്ളത്. ഒന്ന് LCM HCF നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? അപ്പൊ LCM കണ്ടുപിടിക്കണമെങ്കിൽ ഡെസിമലിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. അപ്പോൾ LCM ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 2/3, 4/9, 1/6. ശരിയല്ലേ? എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് അംശത്തിൽ ചെയ്യണം എന്നങ്ങ് പഠിക്കുക. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് അംശത്തിൽ നമുക്ക് നീക്കി എഴുതാം കേട്ടോ, അല്ലെങ്കിൽ എന്റെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് അംശത്തിൽ ചെയ്യുക. ഇവിടെ അംശവും ഉണ്ട്, ഇത് അംശമാണ്, ഇത് ഛേദമാണ്. കണ്ടോ? അപ്പോൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് അംശത്തിൽ ചെയ്യുക. അപ്പോൾ LCM ആണ് നമുക്ക് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് LCM, അല്ലെങ്കിൽ എന്താണ് ലസാഗു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആ കണ്ടുപിടിക്കേണ്ട സാധനം അംശത്തിൽ ചെയ്യണം. അതായത് അംശം 2, 4, 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അംശത്തിന്റെ LCM കണ്ടുപിടിക്കണം. സോ LCM ഓഫ് 2, 4, 1. ഇനി അവിടെ ആര് കിടപ്പുണ്ട്? ഛേദം കിടപ്പുണ്ട്, 3, 9, 6 അല്ലെ? അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഇനി ബാക്കിയുള്ളത് HCF അല്ലേ, അത് താഴെ കണ്ടുപിടിക്കണം. എനിക്ക് നിങ്ങൾക്ക് ഇത് കിട്ടിയോന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വേറെ രീതി പഠിച്ചെങ്കിൽ പഠിച്ചോളുക. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ LCM ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദ്യം. എന്താണ്? 2/3, 4/9, 1/6ന്റെ ലസാഗു കാണുക എന്ന് ചോദിച്ചാൽ മുകളിൽ ലസാഗു എടുക്കുക, അംശത്തിൽ ലസാഗു എടുക്കുക. എന്താണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അത് അംശത്തിൽ എടുക്കുക, മറ്റേ സാധനം ഛേദത്തിൽ എടുക്കുക. ഇനി നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? HCF കാണുക. എന്തൊരു പറയാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ HCF കാണുക. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? HCF ആണ്. അപ്പൊ HCF കണ്ടുപിടിക്കണമെങ്കിൽ അംശത്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അംശത്തിൽ HCF കണ്ടുപിടിക്കും. നോക്കിയേ, HCF ഓഫ് 2, 4, 1 അല്ലെ? ബൈ താഴത്തെ ആരെടുക്കുക? താഴെ ആരാ ഉള്ളത്? 3, 9, 6. അതിന്റെ LCM കണ്ടുപിടിക്കുക. ഇതാണ് പരിപാടി. ഇത് ക്ലിയർ ആയോ നോക്കിയേ, സംഭവം ഓക്കെ എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ. അപ്പൊ ഇനി LCM എന്താണ്? 2, 4ന്റെ 1ന്റെ LCM നമ്മൾ കണ്ടുപിടിക്കും. 2, 4, 1 എങ്ങനെയാണ്? 2, 1, 2, 2, 2, 2, 4, 1. അപ്പോൾ 2, 2, 4 ആണ് LCM. സോ മുകളിൽ 4. 3, 9, 6ന്റെ HCF അത് 3 ആണ് അല്ലെ? അപ്പൊ 4/3 ആണ് ആൻസർ. ഇതാണെങ്കിലോ 2, 4, 1ന്റെ HCF 2, 4, 1 പൊതുവായിട്ട് ഒന്നുമില്ല. സോ നമുക്ക് 1 മാത്രമേ ഉള്ളൂ, അത് 1 കൊടുക്കുക. താഴെ LCM ഓഫ് 3, 9, 6. LCM എന്തായിരിക്കും? അത് 9 ആയിരിക്കും. സോ ആൻസർ 9 ആയിരിക്കത്തില്ല, 18 ആയിരിക്കും അല്ലെ? 18. സോ 1/18. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് പെട്ടെന്നൊരു ഐഡിയ കിട്ടാൻ പാടാണ്, ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല എങ്കിലും ജസ്റ്റ് നമുക്ക് നോക്കി വെച്ചാൽ ചോദിച്ചാലോ? വാ ക്ലിയർ. ഓക്കെ, ഇത് നോക്കിക്കോളൂ കേട്ടോ. ഇത് ജസ്റ്റ് നോക്കിക്കോളൂ. നമ്മൾ ചിലപ്പോൾ ഇത് ഇങ്ങോട്ടൊരാൾ ചോദിച്ചതാണ്, ചിലപ്പോൾ ഇത് ചോദിച്ചാലോ? എനിവേ ജസ്റ്റ് നോക്കി വെക്കാം, കുഴപ്പമില്ലല്ലോ. ക്ലിയർ ആണ്? അടുത്ത പോലെ നമുക്ക് ശരി. അപ്പൊ നമുക്ക്
ബ്രോ നന്ദു ബ്രോ പറഞ്ഞൊരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. നമുക്ക് നോക്കാം. 3/5 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പ്ലസ് ദെൻ ഏത് പറയാം നമുക്കൊരു നല്ല ക്വസ്റ്റ്യൻ 2/6 എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ. സോ 2/6 ചെയ്യാൻ പറ്റില്ല അല്ലേ? ദെൻ 5/6 എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ. ഇതിന്റെ ദശാംശം കണ്ടുപിടിക്കുക, ഒന്നുമില്ല. ഇതിന്റെ ദശാംശ രൂപത്തിലാക്കാന്നാണ് ചോദ്യം. ഇതിന്റെ ദശാംശ രൂപം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ദശാംശ രൂപം കണ്ടുപിടിക്കുക നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണ്? ക്രോസ് ചെയ്യാം. 6×3 18 പ്ലസ് 5×5 25 ബൈ 5×6 30 അല്ലേ? സോ 18 പ്ലസ് 25 നമുക്ക് എന്ത് കിട്ടും? 43 കിട്ടും ബൈ 30. ശരി, ബീന എസ് 24. എന്താണ് സാർ 24? ഈ മനസ്സിലായി? 24 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആണോ പറഞ്ഞേ? ക്ലിയർ ആയില്ല. ഓക്കെ, എനിവേ പോട്ടെ. 43/30 അല്ലേ? സോ നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. എങ്ങനെയാണ്? 3×10 എന്ന് എഴുതാം 30-നെ അല്ലേ? കാര്യം അപ്പം നമുക്ക് എന്ത് ചെയ്താൽ 43/3 ആദ്യം ചെയ്യാം അല്ലെ? 43/3 ഒന്നുകിൽ വെട്ടി ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 1 3 3 ബാലൻസ് 1 13 4 3 12 ബാലൻസ് 1 ദെൻ എന്താണ് വീണ്ടും 10 വരും. 3 3 9 സോറി ഡെസിമൽ കൊടുക്കുക. 3 3 9 ദെൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 14.3 നമുക്ക് അവിടെ നിർത്താം. 14.3/10. അപ്പോൾ ഒരു സാധനം മറ്റേ ദശാംശം കൊടുക്കുക. 1.43. ഈ ഡിവിഷൻ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ് ഈ 43. നന്ദുബ്രോ പറഞ്ഞോ എന്താണ് പ്രശ്നം എന്നുള്ളത്? സെറ്റാണ്. ഓക്കെ, കുഴപ്പമില്ല എല്ലാവർക്കും? 11 3/30 എന്നാണോ? അത് 1 13/30 എന്നാണോ? മനസ്സിലായില്ല. എന്താണോ 113/30? 43/30 അറിയില്ല കേട്ടോ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ക്ലിയർ ആയില്ല. സോ നമുക്ക് വർഗവും സോറി എന്താണ് ഈ പറഞ്ഞ ഭിന്നസംഖ്യകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ്. ഇനിയും ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത് LGS നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. സോ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സമയം പോലെ ബാക്കി കൂടെ നോക്കിയിട്ട് വേണം പോകാൻ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കൂടെ വരും. അല്ലെങ്കിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ദശാംശ സംഖ്യ എളുപ്പമാണ്. ദശാംശ സംഖ്യ നമ്മൾ ഇന്നലെയും കൂടെ നമ്മൾ നോക്കിയതാണ്. ദശാംശ സംഖ്യകൾക്കകത്ത് വരുന്നത് എന്താണ്? ദശാംശവും ദശാംശ സംഖ്യകളുടെ സങ്കലനം. ഇന്നലെ നമ്മൾ ചെയ്തില്ലേ? ഇന്നലെ ക്ലാസ്സിൽ വരുന്ന ഓർമ്മയുണ്ട്. സങ്കലനം, വ്യവകലനം ഒക്കെ ഗുണനം ഒക്കെ നമ്മൾ ഇന്നലെ ചെയ്തതാണ്. ദശാംശ സംഖ്യകളിൽ വരും. 13/30 എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ 1 13/30. ശരി 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 ഓക്കെ ഓക്കെ മനസ്സിലായി എനിക്കത്. പിന്നീട് എനിക്ക് നോക്കിയപ്പോൾ മനസ്സ് ക്ലിയർ ആയി. ശരി, താങ്ക് യു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ദശാംശ സംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം ഇത്രയും ചോദിക്കാം. ഹരണം സാധ്യത കുറവാണ് എങ്കിലും നമുക്ക് പറയുന്നത് എന്താണ്? ദശാംശ സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും ഒരുമിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിക്കും. ഇന്നലെ നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ തന്നെ പ്ലസും മൈനസും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അത് നോക്കിയിട്ട് പോവുക. ദശാംശ സംഖ്യകൾ കൂട്ടണം. അത് നോക്കേണ്ട കാര്യം നമുക്ക് അറിയാം. ദശാംശം കൊടുക്കുന്ന മാറിപ്പോയിരുന്നാൽ മതി. ഗുണിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഹരിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്തതാണ്. ഹരണത്തിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഏതോ ഒരു സംഖ്യയുടെ പകുതി എത്രയായിരുന്നു? 8.02 പകുതി. അങ്ങനെ ക്വസ്റ്റ്യൻ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഭിന്നസംഖ്യകൾക്കകത്തും ദശാംശ സംഖ്യകൾക്കകത്തും അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം പഠിച്ചിട്ട് പോകണം. എന്താണ് സങ്കലനം, വ്യവകലനം, ഹരണം, ഗുണനം ഒക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ അല്ലേ? ഇനിയാണ് ദശാംശ സംഖ്യകൾക്കൊന്നുള്ളത്. ദശാംശ സംഖ്യകളുടെ വർഗവും വർഗ്ഗമൂലവും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ദശാംശ സംഖ്യകളുടെ. അത് വർഗവും വർഗ്ഗമൂലം വീണ്ടും വരും. അപ്പൊ നമുക്കത് അവിടെ പറയാം കേട്ടോ. ഇതവിടെ നിൽക്കട്ടെ. ദശാംശ സംഖ്യകളിൽ സിമ്പിൾസ് ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് ചെയ്യാനാണ്. നമുക്ക് വേറെ ഒന്നും പ്രത്യേക പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം കൂടെ ഭിന്നസംഖ്യകൾ ദശാംശങ്ങളൊക്കെ വരുന്ന സാധനം ഉണ്ട്. അത് വർഗവും വർഗ്ഗമൂലം. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. 4 ടോപ്പിക്ക് ക്ലിയർ ആണ്. ഇതിനകത്ത് നിന്ന് വേറെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനില്ല. നമുക്ക് എല്ലാം എഴുതാൻ പറ്റുന്ന തന്നെയാണ്. സംഖ്യകളൊക്കെയാണ്. വിഷ്ണു ഹായ്. ശരി, അപ്പോ എന്താ പറഞ്ഞേ? വർഗവും വർഗ്ഗമൂലവും. ബാക്കിയൊക്കെ ഈ ദശാംശ സംഖ്യകൾ ഒരുപാട് പറയാനില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നിർത്തിയിട്ട് വന്നത്. അതിൽ പറയാനുള്ള സാധനം വർഗവും വർഗ്ഗമൂലവും. അത് നമ്മളിപ്പോൾ പറയാം. ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത ടോപ്പിക് ഏതാണ്? വർഗവും വർഗ്ഗമൂലവും. മാക്സിമം സ്പീഡിന് പറഞ്ഞ് തീർക്കും. കാര്യം നമുക്ക് പോയിട്ട് വേറെ പഠിക്കാനുണ്ട്. ഓക്കെ, വർഗവും വർഗ്ഗമൂലവും നോക്കാം. ഇതിനകത്ത് നമ്മൾ പറയുന്ന ആദ്യത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒരു സംഖ്യയുടെ ഇത് എളുപ്പ വഴിയൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ വെറുതെ എഴുതാണ്. ഇതിന് വർഗ്ഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ട് അതിന്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എളുപ്പ വഴിയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഘടകക്രിയ ചെയ്യാതെ എളുപ്പ വഴി ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. അത് ഓർത്തോളുക. ഓർമ്മയുണ്ടല്ലോ? നമ്മൾ മറ്റേ ഇങ്ങനെ ഗ്രൂപ്പൊക്കെ ചെയ്തതിന് ശേഷം പറഞ്ഞത്. ക്ലാസ് ഉണ്ടായിരുന്നവരുണ്ടോ? ആ സാധനം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നവര്
ഘടകക്രിയ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു, ലാസ്റ്റ് നമ്പർ നോക്കി, ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എളുപ്പവഴി നമ്മൾ പറഞ്ഞു, ഉടായിപ്പാണെന്നൊക്കെ നമ്മൾ പറഞ്ഞെന്നാണ് സംഭവം. പെർഫെക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊരു സാധനമാണ്. ക്ലാസ്സിനകത്ത് ഉണ്ടായിരുന്നവർക്ക് ഓർമ്മയുണ്ടാവും ഈ സംഗതി ചെയ്യാനുള്ള പരിപാടി. ഇതില്ലെങ്കിൽ നിങ്ങൾ ഘടകക്രിയ ചെയ്യുക, അല്ലെങ്കിൽ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വരെ കാണുക. അപ്പോൾ അത് നിങ്ങൾക്ക് സെറ്റ് ആവും. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ് എന്തിനകത്ത്, LGSനകത്ത് ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് ഇതിനു മുമ്പും ഒരുപാട് കണ്ടിട്ടുള്ള ചോദ്യമാണ്. നമ്മളും കഴിഞ്ഞ ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് നമ്മളും കണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കാണുന്നൊരു ചോദ്യമാണ്. ശരിയല്ലേ ആ സംഭവം? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റെക്കോർഡ് വീഡിയോക്കകത്ത് ഉണ്ടായിരുന്ന കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നന്ദു ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, √16 എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഓപ്ഷനകത്ത് 4 -4 ദെൻ 32 സംതിങ്, അല്ലെങ്കിൽ ഒരു +or-4 എന്ന് കിടക്കുകയാണ്. ആരതി ക്ലാസ്സിലുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ട്. അതെ, സെറ്റ് വിജിത. ഓക്കെ, ബ്രോ അല്ലെങ്കിൽ ഓപ്ഷൻ കയറി ചെയ്യാം. അല്ല, ഓപ്ഷൻ മൾട്ടിപ്ലൈ നോക്കിയാൽ മതി, മറന്നല്ലേ അതൊക്കെ. ഓക്കെ, ഒരു രക്ഷയിലേക്ക് പിന്നെ ഓപ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. 4 കാണും, അവസാനം 4-ാമതാണെങ്കിൽ പിന്നെ ഇതെല്ലാം മൾട്ടിപ്ലൈ നോക്കേണ്ടി സമയം പോകും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, √16 = ഡാഷ് എന്ന് വെച്ചിട്ട് 4 ഓപ്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ അതിനകത്ത് 4 ഉണ്ട്, -4 ഉണ്ട്, 32 ഉണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി 4 -4 വേറെ ഓപ്ഷൻ ആണെങ്കിൽ പോലും ഇതിന്റെ ആൻസർ +or-4 എന്നൊരു ആൻസർ ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. +or-4 എന്നൊരു ആൻസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. കേട്ടോ, ക്ലിയർ ആയല്ലോ കാര്യം? ഒരു റൂട്ട് എടുക്കുന്ന ഒരു സംഖ്യയുടെ റൂട്ട് എടുക്കുമ്പോൾ അതിന് 2 ആൻസർ ഉണ്ട്, ഒന്ന് +4 ഉണ്ട്, -4. അല്ല ആർക്കെങ്കിലും അതെങ്ങനെ +4 -4 ഒരു √16 വരും എന്ന് സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരും. കുറച്ച് സമയം പറയാനുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഇനി ഇത് മാത്രമേ ഉള്ളെങ്കിലോ? ഇപ്പൊ ഇതില്ല, ഇതുമില്ല, ദെൻ 0, 2 എന്ന് കൊടുത്തിരിക്കുകയാണ് എങ്കിൽ നമുക്ക് ആൻസർ സിംപ്ലി എന്തൊക്കെ എടുക്കാം? 4 ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി അതല്ല, ഇവിടെ കൊടുത്തിരിക്കുന്നത് -4 ആണെങ്കിൽ നമുക്ക് -4 അങ്ങനെ പറയാൻ പാടില്ലെന്നെങ്കിൽ നമുക്ക് -4 ആണെങ്കിൽ ചൂസ് ചെയ്യാം. വേറെ ഒന്നും ഇല്ലെങ്കിൽ -4 ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ √16 കൃത്യമായിട്ടുള്ള ആൻസർ +or-4 എന്നാണ് എന്നുകൂടി ഓർത്തോളാം. ഓക്കെ, അപ്പോൾ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, അതുകൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ റീസൺ വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് 2 ആൻസർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എനിവേ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ പറയാം, ഞാനത് പറയാം. ഓക്കെ അല്ലേ? പവർ. ശരി, അയ്യോ. ദെൻ ഇനി അതിനകത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് പറഞ്ഞുതരാം. നോക്കിയേ, അതാണ് ഈ ഒരു ടൈപ്പ് ചോദ്യമാണ്. നിങ്ങൾ കണ്ട് പരിചയമുള്ള ചോദ്യമായിരിക്കും. ഒരു റൂട്ടിനകത്ത് കുറെ സാധനം വരും. 20 + √20 + √22 +√8 + √1. കണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നമ്മൾ പറഞ്ഞതാണ്, ക്ലാസ് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് ചെയ്തതാണ്. അതായത് വർക്കൗട്ട് ചെയ്തപ്പോൾ, ടോപ്പിക് വർക്കൗട്ട് ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടാവോ? എങ്ങനെ ചെയ്യാം? നമ്മൾ പറഞ്ഞു നമുക്കിത് ഒരുപക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പേപ്പറും പേനയൊന്നും ഇല്ലാതെ പോലെ ചെയ്യാൻ പറ്റും. കാരണം √1 ആദ്യം ഏറ്റവും ഉള്ളിൽ നിന്ന് തുടങ്ങുക. √1 എടുക്കുന്നു, അത് 1 ആണ്. അപ്പോൾ ഈ √1ന്റെ ആൻസർ 1 ആകുമ്പോൾ 1 തൊട്ട് 9 ആവും. അപ്പൊ √9 എന്ന് പറഞ്ഞാൽ 3 ആവും. 3ഉം 22 25 ആവും. അതെ, റൈറ്റ് ലെഫ്റ്റിലോട്ട് അത് തന്നെയാണ്. ഇറ്റ് വാസ് വെൽ. യെസ് രജിത, എല്ലാവർക്കും ഓർമ്മയുണ്ട്. സോ ഇവിടെ 22ഉം എന്താണ് 3 കൂടി 25 ആവും. √25 5 ആവും. 5ഉം 20ഉം 25 ആവും. വീണ്ടും റൂട്ട് എടുക്കുമ്പോൾ 5 ആവും. വീണ്ടും ആൻസർ നമുക്ക് ഫൈനലി 5 എന്ന് കിട്ടും. വിജിത, എല്ലാവരും ആരതി ആൻസർ ഓർമ്മയുണ്ട്. ബാബ, എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? അപ്പൊ ക്ലാസ്സിൽ ഇത് സെറ്റ് ആയിരിക്കും. ഈ ഒരു ചോദ്യം ലത, യെസ് 5 ആൻസർ. അപ്പൊ പേനയും പേപ്പറും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മളന്ന് പറഞ്ഞാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഓർത്ത് വെച്ചോളുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ആരതി ആൻസർ 5 അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പെട്ടെന്ന് പറയാനുണ്ട് കേട്ടോ. റഷീന 5 നിങ്ങൾ ചെയ്തു പോലും നോക്കാതാണ് പറയുന്നത്, എനിക്ക് മനസ്സിലാവും. കാര്യം ഇത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കി കാണത്തില്ല, അല്ലെങ്കിൽ അത്രയും സ്പീഡിന് നിങ്ങൾ ചെയ്തു. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. 5 ആണ് ആൻസർ. സൂപ്പർ. വാവ 5. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകേണ്ട ചോദ്യങ്ങളാണ്. LGSന് സാധാരണയായിട്ട് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. വിഷ്ണു 5. യെസ് വിഷ്ണു, ഞാൻ നേരത്തെ ലൈവിൽ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എനിവേ ആൻസർ കിട്ടിയിട്ടുണ്ട് 5. വെരി ഗുഡ്. അപ്പോൾ അതൊരു നല്ല ചോദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലേ? ഇനി ഇതിൽ തന്നെ ചോദിക്കുന്ന മറ്റു തരത്തിലുള്ള ചോദ്യമാണ്. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലിലെ ചോദ്യങ്ങൾ വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളിതൊക്കെ പറഞ്ഞ ചോദ്യങ്ങളാണ്, ഇതിന്റെ ഒരുപാട് മോഡൽ ചെയ്തതാണ്. നിതീഷ് ആൻസർ 5. ഡൺ. അപ്പൊ ഇനി ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യം ഏതാണ്? പിന്നെ നമ്മൾ പറയുന്നത് ഇതിന്റെ സഡ്സി എന്നുള്ള ക്വസ്റ്റ്യൻ, അതായത് കരണികൾ എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് പഠിച്ചൊരു സാധനമുണ്ട്. അതായത് ഇങ്ങനത്തെ ചോദ്യം എന്താണ്? ഇതേ സാധനം തന്നെ 20 - +√20 + √20 +
പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്നൊരു ചോദ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. ഇതിന്റെ 2 ടൈപ്പ് ചോദ്യമുണ്ട്. റൂട്ട് ഓഫ് 20 മൈനസ് റൂട്ട് ഓഫ് 20 മൈനസ് റൂട്ട് ഓഫ് 20 മൈനസ് എക്സെട്ര. പ്ലസ് നമ്മൾ പറഞ്ഞു പ്ലസ് മൈനസ് ഒരുമിച്ച് വരുന്ന ചോദ്യങ്ങളൊന്നും ഇല്ല, ഇതേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞാണ്. പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ. ഇതിന്റെ അനീഷ് 5. ഓക്കെ, പെട്ടെന്ന് ആൻസർ, 2ന്റെ ആൻസർ എന്ന് പറഞ്ഞേ. ഫസ്റ്റിന്റെ സെക്കൻഡ് ഒരുമിച്ച് കോമയായിട്ട് അങ്ങ് പറഞ്ഞേ. ആദ്യത്തെ എത്രയാണെന്നും സെൻറ്റർ എത്രയാണെന്നും. വേഗം വേഗം പറഞ്ഞേ. ഓക്കെ, വിജിത 5 then 4. രജിത 5 4. ഓർമ്മയില്ലേ ബാക്കിയുള്ളവർക്ക്? വേഗം വേഗം പറയാനുള്ള എളുപ്പവഴി എന്താണ് ഇത് സംഭവം? നമ്മൾ പറഞ്ഞാണ് എങ്ങനെയാണ്. നമ്മൾ ഈ തന്നിക്കുന്ന സംഖ്യ 20 അല്ലേ, ആ 20നെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതുക. 20 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 4 അടുത്തുള്ള സംഖ്യയിലായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള സംഖ്യയിൽ തരുള്ളൂ നമുക്ക്. അപ്പോൾ 5 × 4 നമ്മുടെ ഗുണനഫലം 20 അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ ഇതിനകത്ത് പ്ലസ് ആണ് കിടക്കുന്നതെങ്കിൽ അതൊരു വലിയ സംഖ്യ ആയിരിക്കും ആൻസർ, അതായത് 5 ആയിരിക്കും ആൻസർ. മൈനസ് കിടക്കുന്നെങ്കിൽ അതിന്റെ ആൻസർ 4 എന്നായിരിക്കും. കണ്ടോ, ഇതാണ് പരിപാടി. ചൂസ് രജിത. ഓക്കെ, ചൂസിന് നോ എന്ന് ടൈപ്പ് ചെയ്ത് എന്നാണോ വന്നത്, അതോ എന്താണ് പ്രശ്നം? ഇതൊരു നല്ല ചോദ്യമാണ്. സാക്ഷി എന്നുള്ള ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് കേട്ടോ ക്ലാസ്സിനകത്ത്. ആരതി 5 4. യെസ്, ആദ്യത്തിന് ആൻസർ 5, രണ്ടാമത്തെ ആൻസർ 4. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞേ, നമുക്കൊന്നുകൂടെ പറയാം. ലത 5. ചൂസ് ഓക്കെ ആണ്, സെറ്റാണ്. അയ്യോ, ലത 4 ആണ് ടൈപ്പ് ചെയ്തത്. അതിന്റെ മുകളിലത്തെ പെർസെന്റേജ് വന്നതാണ്, സാരമില്ല, മനസ്സിലായി. 5 4 വാമിക. ഓക്കെ, ലത 4. അദ്വൈത് 4, വിഷ്ണു 5. ഓക്കെ, രജിത രഞ്ജിത്ത്. ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് സെറ്റ് അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുഴപ്പമില്ല. അപ്പൊ ഇതും കൂടെ നമുക്ക് നോക്കിയിട്ട് പോവാം. ആ ടോപ്പിക് ആ ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെക്കാം അല്ലേ. ഓക്കെ, വിഷ്ണു 5 4. യെസ്. ഇനി അതിനകത്ത് വരുന്നത് സച്ചിന്ന് തന്നെ വരുന്ന ചോദ്യമാണ്. എന്താണ് ഈ റൂട്ട് ഓഫ് 200 പ്ലസ് റൂട്ട് ഓഫ് 50? ഇതെങ്ങനത്തെ ചോദ്യം? ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യവും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ചെയ്യാം, നമ്മുടെ മൈൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലേ ചോദ്യം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് അടുത്ത് പറയേണ്ടത് അല്ലേ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യും നമ്മൾ. നമുക്ക് എളുപ്പത്തിൽ, അതായത് നമ്മൾ ഫാക്ടറൈസ് നിന്നും പ്ലസ് വന്നാൽ 5 മൈനസ് വന്നാൽ, അതെ വിഷ്ണു യെസ്, പ്ലസ് വന്നാൽ വലുതും മൈനസ് വന്നാൽ എന്താണ് ചെറിയ 4. അപ്പൊ നോക്കി, ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ എഴുതാം? 200 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 200 നമുക്ക് 100 × 2 എന്ന് എഴുതാൻ പറ്റും. വെറുതെ ഒരു സംഖ്യയുടെ എഴുതുകയല്ല ചെയ്യുന്നത്, എഴുതുന്ന സംഖ്യകൾ ഒന്നിന് പെർഫെക്റ്റ് ആയിട്ട് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം. ദെൻ അടുത്ത എന്താണ്? പ്ലസ് റൂട്ട് ഓഫ് 50 നമുക്ക് എഴുതാം 25 × 2 എന്ന് എഴുതാം അല്ലേ. എഴുതിക്കൂടെ? രജിത 45 എന്നാണോ? ഓക്കെ, അറിയില്ല, ശരി ശരി വിട്ടെ, നമുക്ക് അത് മനസ്സിലായില്ലോ എന്തോ 45 എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? 100 × 2 അല്ലേ, നമ്മൾ എഴുതിയത് 200. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് 100 എന്ന് പറയുന്ന എത്രയാണ്? ആൻസർ 10 ആണ്. കണ്ടോ, 100 റൂട്ട് ഉണ്ട്, പക്ഷേ എന്തിനും റൂട്ടില്ല, 2 റൂട്ടില്ല. നമ്മൾ എങ്ങനെ എഴുതും? റൂട്ട് 2. കണ്ടോ, 10 റൂട്ട് 2. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? 5 റൂട്ട് ഉണ്ട്. എത്രയാണത്? അത് സോറി 25 റൂട്ട് ഉണ്ട്. എത്രയാണത്? 5 ആണ്. 2 റൂട്ടില്ല, സോ റൂട്ട് 2. കണ്ടോ, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ കാര്യമായിട്ട് പറഞ്ഞ സാധനമാണ്. അപ്പൊ നോക്കി, 10 റൂട്ട് 2, 5 റൂട്ട് 2, 15 റൂട്ട് 2. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്ലസും മൈനസും ഒക്കെ നമുക്ക് ചോദിക്കാം. ഇതും നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് സട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും ഈ ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ലൈവിനകത്ത് കാണാൻ പറ്റും. സട്സ് എന്നാണ്, കരണികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കരണികൾ, വർഗവും വർഗ്ഗമൂലവും കഴിഞ്ഞിട്ട് കരണികൾ എന്ന ടോപ്പിക്കത്താണ് ഈ സാധനം പറഞ്ഞിരിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ സാധനം പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് പഠിക്കാൻ പറ്റും. 15 × 10. 15 × 10 ആണോ രജിത? 15 × 2 അല്ലേ? ടൈപ്പിംഗ് മിസ്റ്റേക്ക് റഷീന. ഓക്കെ, ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണോ? ശരി, അപ്പൊ ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ.
15 × 2 രജിത. ശരി, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത മോഡലോട്ട് പോവാം. ഇതിനകത്ത് ഇനി ഒരു മോഡൽ കൂടെ നമുക്ക് പറയാം. ഇതാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് ഓഫ് 300, ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയ സംഖ്യ ആയിരിക്കും തരിക. 18 ആണെങ്കിൽ എന്താണ് റൂട്ട് ഓഫ് 3.24? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായാൽ അത് ചിലപ്പോൾ റൂട്ട് തരണം എന്നില്ല. വിജിത ഓക്കെ ആണ്. ശരി, വിജിത സെറ്റ് ആണ് അല്ലേ? ഓക്കെ. അനീഷ് ഡൺ. അപ്പോൾ ഇത് നോക്കിയേ, 3.24 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. റൂട്ട് ഓഫ് 324 18 ആണെങ്കിൽ എന്താണ് റൂട്ട് ഓഫ് 3.24? നമ്മളിത് എങ്ങനെ ചെയ്യാറ്? ഇതൊക്കെ നമുക്ക് അറിയുന്ന ചോദ്യമാണല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ ഡെസിമൽ അങ്ങ് കളയും. ഡെസിമൽ കളഞ്ഞാൽ 324 ആയില്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 324 എത്രയാണ് ആൻസർ? 18. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ദശാംശത്തിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുണ്ട് എങ്കിൽ അതിന്റെ പകുതി എടുക്കും, ഒരു സ്ഥാനം ആൻസർ കൊടുക്കും. സോ 1.8. രജിത ഓക്കെ ഡൺ. നന്ദു ബ്രോ 0.18 അല്ല 1.8 ആണ്. കാര്യം ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് വന്നിട്ടുണ്ടോ അതിന്റെ പകുതി എടുക്കാൻ പാടുള്ളൂ. 1.8. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്കിത്? ലത 1.8, വാവ 1.8, യെസ്. റഷീന 1.8, വിജിത 1.8. ഓക്കെ ആണ് നിങ്ങൾ? ആരതി 1.8, എന്ത് ബ്രോ ഓക്കെ ആണ്? ഡൺ. കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ വീണ്ടും പറയാണ്, ലേറ്റായിട്ട് വന്നിട്ട് ഞാൻ പറയാണ്. എന്താണ് നമ്മളൊരു പാറ്റേൺ ഇങ്ങനെയാണ് പോവുക. ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള പഠിക്കാനുള്ള പഠിക്കുക. വെറുതെ നിങ്ങളുടെ സമയം കളയരുത്. ഓക്കെ, ശരി. വാമിക യെസ്, ഞാൻ കണ്ടിട്ട് 1.8. ശരി, നമുക്കിപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് എന്താണ് പറയുക, വർഗവും വർഗ്ഗമൂലത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ശരാശരി, ആവറേജ് അല്ലെങ്കിൽ ശരാശരി. ശരാശരിയിൽ കുറേ ബേസിക് ചോദ്യങ്ങളുണ്ട്. അസീസ് ഓക്കെ ആണ്, ഡൺ. അസീസ് ഞാൻ പുതുതായിട്ട് കേൾക്കുവാണെന്ന് തോന്നുന്നു പേര്. നിതീഷ് 1.8. ഓക്കെ ശരി. അപ്പോൾ നമുക്ക് എന്തിലേക്ക് വരാം? ഈ ശരാശരിയിലേക്കുള്ള ഈ LGSന് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താണ്? ഒന്നുകിൽ കുറേ ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ സാധാരണ കുറച്ച് സംഖ്യകൾ എന്നിട്ട് ശരാശരി ഓടിക്കാൻ പറയും. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ LGS പ്രതീക്ഷിക്കേണ്ടത്. കുറേ നമ്പർ എന്നിട്ട് അതിൻ്റെ ശരാശരി എന്ത് ചെയ്യും? എല്ലാ സംഖ്യകളുടെ കൂട്ടും ബൈ എണ്ണം. വിഷ്ണു 1.8. അപ്പോൾ സംഖ്യകളെല്ലാം കൂട്ടുക ബൈ എണ്ണം. നമുക്കറിയാം അത് ചിലപ്പോൾ ദശാംശ സംഖ്യകളും തരാം. ദശാംശ സംഖ്യകൾ എന്ന് തന്നെ ശരാശരി ഓടിക്കാൻ പറയാം. എല്ലാം കൂട്ടുക ബൈ. അത് ചാൻസ് വളരെ കുറവാണ്. സാധാരണ കുറേ സംഖ്യകൾ വെറുതെ ഇങ്ങനെ തന്നതിന് ശേഷം എന്ത് ചെയ്യും? അതിൻ്റെ ബൈ എണ്ണം കൊണ്ട് ഹരിച്ച് ശരാശരി ഓടിക്കും. അതൊരു ബേസിക് ലെവൽ ചോദ്യമാണ്. അപ്പോൾ അത് നമുക്ക് അറിയാം ശരാശരി അല്ലേ. പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞ എണ്ണൽ സംഖ്യകളുടെ. നന്ദുബ്രോ എന്താണ് സാറ്റർഡേ എക്സാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും ബ്രോ? അതാണ് സാറ്റർഡേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. ഉറപ്പായിട്ട് എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. പക്ഷേ ഇച്ചിരി ഒന്ന് ലേറ്റ് ആവാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 3:30 3:45 വരെയൊക്കെ എനിക്കൊരു ക്ലാസ് ഉണ്ട് മോർണിംഗ്. സാറ്റർഡേ സൺഡേ ഫുൾ ക്ലാസ് ഉള്ള ദിവസങ്ങളാണ്. അപ്പോൾ ആ ദിവസത്തെ എനിക്ക് ഒരു 3:45 വരെ ക്ലാസ് ഉണ്ട്. ഇവിടെ നിന്നൊരു ഏകദേശം 10, 12, 13, 15 കിലോമീറ്റർ അടുപ്പിച്ചുള്ള ഡിസ്റ്റൻസ് ഉണ്ട് എനിക്ക് വീട്ടിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അവിടെ ക്ലാസ് കഴിഞ്ഞ് തിരികെ വീടെത്തിയിട്ട് ചെയ്യേണ്ട സമയം വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം. ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതായത് ലൈവ് സെറ്റ് ചെയ്യണം. ദെൻ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വരാനുള്ള സമയം അതിനകത്ത് നമ്മൾ ലൈവ് കൃത്യമായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് തരും കേട്ടോ. സാറ്റർഡേ സൺഡേ ഇച്ചിരി റഷായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റാകാൻ വരുമ്പോൾ നമുക്ക് ഒരു 4:30 മുന്നേ മാക്സിമം ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. ലൈവായിട്ടായിരിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം, ഉറപ്പായിട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. ശരി, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ശരാശരി അല്ലേ. അപ്പോൾ ശരാശരിയിലെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? അതിൽ എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഇതൊക്കെ നമ്മൾ എളുപ്പത്തിൽ അന്ന് പറഞ്ഞതാണ്. എണ്ണൽ സംഖ്യകളുടെ ശരാശരി ദെൻ എന്താണ് ഒറ്റ സംഖ്യകളുടെ ശരാശരി. ഇത് കാണാതെ പഠിക്കണ്ട എന്നും ഇതിന്റെ തുക വെച്ചും ഒക്കെ ഞാൻ പറഞ്ഞാണ് അല്ലേ. ഇരട്ട സംഖ്യകളുടെ ശരാശരി. എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഫോർമുല ഓക്കെ കംഫർട്ടബിൾ പോലെ അതൊക്കെ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും. ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല, അപ്പോൾ ഇപ്പോഴത്തെ ഇല്ലല്ലേ. ശരി, ഓക്കെ. അപ്പോൾ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തുകയുടെ ഫോർമുല കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. n² n × n+1 അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? തുകയുടെ അറിയാമെങ്കിൽ ശരാശരി ഒടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന എന്നെ മാച്ചളയാ. അത് ഒറ്റയ്ക്ക് കിടക്കുന്ന എന്നെ എടുത്ത് കളഞ്ഞാൽ ഇതായിരിക്കും എണ്ണൽ സംഖ്യയുടെ ശരാശരിയുടെ ഫോർമുല. n² എന്ന് n² മീൻസ് എന്താണ്? n × n ആണ് അല്ലേ. n × n ആണ് n². അതിന് ഒരു n എടുത്ത് കളയും കണ്ടോ. ഇവിടെ നിന്ന് ഒരു n എടുത്ത് മാറ്റി നമുക്ക് ആൻസർ കിട്ടി n. ഇനി ഇരട്ട സംഖ്യയിൽ നിന്ന് ഒറ്റയ്ക്ക് n എടുത്ത് കളയും n+1. ഇതായിരിക്കും ഇതിൻ്റെയൊക്കെ ഫോർമുല. ഇത് നമ്മൾ ഉടായി വെച്ച് പറഞ്ഞാണ്.
മെയ് 19 ഓക്കെ, അത് സാരമില്ല, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇനി എക്സാം ഡേറ്റ് നോക്കിയിരിക്കണ്ട. അപ്പൊ ഇതായിരിക്കും ഫോർമുല, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പൊ അതായത് എന്താ പറയാ, ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, n 30 ആണ്, 30+1 31/2, അതായത് എന്താണ് 15.5 ആയിരിക്കും ശരാശരി. ഇനി ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ അത് n തന്നെ ആയിരിക്കും, 30 തന്നെ ആയിരിക്കും. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ അത് 31 ആയിരിക്കും. കണ്ടോ, നമ്മൾ പറഞ്ഞാണ്. സുഹറ 5 ലൈവ് ക്ലാസ് 6 ടൈം PM. എനിക്ക് മനസ്സിലായില്ല എന്താണ് 5 ലൈവ് ക്ലാസ് 6 ടൈം PM. എനിക്ക് മനസ്സിലായില്ല കേട്ടോ സുഹറ, ക്ലിയർ ആയില്ല, എന്നൊന്ന് ക്ലിയർ ആക്കി പറയാമോ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ശരാശരി. അപ്പോൾ ഇതൊരു നോക്കി വെക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഈ സംഭവം സാധാരണ LGSന് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, ചോദിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് വരുന്നൊരു സാധനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള ചോദ്യമാണ്, നമ്മൾ എപ്പോഴും പറയുന്ന ചോദ്യമാണ്, സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി ഇത്രയാണ്, അതിലേക്ക് ഒരു അധ്യാപകൻ കൂടി വന്നപ്പോൾ ശരാശരി ഇത്രയായിട്ട് മാറി എങ്കിൽ അധ്യാപകന്റെ ഭാരം എന്ത്, അധ്യാപകന്റെ പ്രായം എന്ത് എന്ന് ചോദിക്കുന്ന ചോദ്യം. മോഡൽ മനസ്സിലായില്ലെങ്കിൽ ക്വസ്റ്റ്യൻ മോഡൽ നമുക്ക് ചെയ്തു പോവാം. ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ പറയണം, ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 60 കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ 50 കിലോഗ്രാം ആണ്. ഒരു അധ്യാപകൻ കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി 55 ആയിട്ട് മാറി എങ്കിൽ അധ്യാപകന്റെ പ്രായം എന്ത്, അല്ലെങ്കിൽ ഭാരം എന്ത്? മല്ലു റോക്കി ഹായ് എന്നാണ് ചോദ്യം. ആ ടൈപ്പ്, അതായത് ഒരു കൂട്ടത്തിലേക്ക് ഒരാൾ വന്നു ചേരുന്ന ചോദ്യം, വന്നു ചേരുന്നു എങ്കിൽ വന്നു ചേർന്ന ആളുടെ ഭാരം പ്രായം എന്താണെന്നുള്ള ചോദ്യം. പാറ്റേൺ മനസ്സിലായി എങ്കിൽ ഓക്കെയാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ, നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്ന ചോദ്യമാണ്. ഇനി ഇതേ ടൈപ്പിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, വന്നു ചേരുന്നതിന് പകരം ഒരാൾ പോയിട്ട് ഒരാൾ വരുന്നു, പകരം മറ്റൊരാൾ വരുന്നു, ഈ ടൈപ്പ്. ഇത് നമ്മളൊരു കോഡൊക്കെ വെച്ച് പറഞ്ഞാണ്, എന്താണ്, ന്യൂ മെമ്പർ, പുതുതായിട്ട് വന്ന ആളിന്റെ ഭാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരം പ്രായം എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്താ പറഞ്ഞത്, ജീപ്പിൽ ടുഡേ എന്ന് നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചാണ് അല്ലേ. ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വന്നു, എങ്ങനെയാണ്, അയാൾ ജീപ്പിലാണ് വന്നത്, എന്നാണ് വന്നത്, ടുഡേ, ഇന്നാണ് വന്നത്. അപ്പൊ ടുഡേ വന്നു, എങ്ങനെ, ജീപ്പിൽ ഒരാൾ പുതുതായിട്ട് വന്നു, ഇതൊക്കെ വെച്ച് പറഞ്ഞു. അപ്പൊ ഈ വന്നു ചേരുന്ന ക്വസ്റ്റ്യനും എന്താണ്, ഈ പറഞ്ഞ പോലെ ഒരാൾ വന്നിട്ട് മറ്റൊരാൾ പോകുന്ന ചോദ്യവും ഒന്ന് നോക്കി വയ്ക്കണം. ഇത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതൊരു കൃത്യമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, ശരാശരിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി ശരാശരിയിൽ ഓക്കെ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ശരാശരിയിലെ മോഡൽ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ പറയാം, നമ്മൾ ചെയ്യും. അതല്ലെങ്കിൽ നമുക്കത് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. വെറുതെ സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി ഞാൻ പറഞ്ഞു ക്ലാസ്സുകളിൽ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊന്നും കണ്ടിട്ടില്ല, അത് തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യാം. ശരണതയെ മോഡൽ ചെയ്യാം, ഓരോന്ന് മോഡൽ ചെയ്യണം, ഒക്കെ ചെയ്യാം, ചെയ്തു തരാം. പിന്നെന്താ, എന്നെ കൊണ്ട് പണി എടുപ്പിക്കും അല്ലേ, ചെയ്യാം. എവിടാ, ഓക്കെ, അടുത്ത ടോപ്പിക്. ഒരാള് രണ്ടാമത്തെ മോഡലിൽ നിന്ന് ക്വസ്റ്റ്യൻ പറയാം. വിദ്യ കമൽ പറയാം. സുഹറ എക്സാം 5 ക്ലാസ് ലൈവ് ടൈം PM. എനിക്കത് ക്ലിയർ ആയില്ല കേട്ടോ, അത് ആർക്കെങ്കിലും മനസ്സിലായി, സുഹറ ടൈപ്പ് ചെയ്ത സാധനം ആർക്കെങ്കിലും മനസ്സിലായെന്ന് പറഞ്ഞുതരാമോ? എക്സാം 5 ക്ലാസ് ലൈവ് ടൈം, എനിക്കത് സീരിയസ്ലി ക്ലിയർ ആയില്ല കേട്ടോ. 2025/12/174 ആയാൽ 21.75/1.5 അത് പറയാം, ഉറപ്പായിട്ടും പറയാം, കുഴപ്പമില്ല. ഓക്കെ, നമുക്കിത് ആദ്യം ഞാനൊന്ന് പറഞ്ഞ് തീർത്തതിന് ശേഷം നമുക്ക് എല്ലാം നിങ്ങൾ ഡൗട്ടിൽ ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ, കുഴപ്പമില്ല. എന്നെ ഓർമ്മിക്കണേ ആരതി. ശരി, രണ്ടാമത്തെ മോഡൽ ചെയ്യാം. നമുക്ക് 2 മോഡൽ, ഒരാളിൻ്റെ അടുത്ത് 2 മോഡൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ 2 മോഡലിലെ ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. സോ ഒന്നാമത്തെ മോഡൽ ജസ്റ്റ് ഒന്ന് എഴുതി പോകാം കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതിക്കോണം. ക്വസ്റ്റ്യൻ എഴുതിക്കോളെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ, ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ഫസ്റ്റ് വന്നു ചേരുന്ന ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 24 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകന്റെയും ശരാശരി വയസ്സ് 15. 24 ഒരു മിനിറ്റ്, അത് എഴുതാം, ആ ക്വസ്റ്റ്യൻ എഴുതണം, നമുക്ക് ഒഴിവാക്കിയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം നല്ല ക്വസ്റ്റ്യൻ എഴുതി തന്നിട്ട് വരാം. ഓക്കെ, സോറി കേട്ടോ. നമുക്ക് നോക്കാം. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ഒരു ക്ലാസ്സിലെ
40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുടെ അമിക മോഡൽ ചെയ്യാം ഉറപ്പായിട്ടും. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ടീച്ചറുടെ വയസ്സ് കൂടെ കൂട്ടിയാൽ ശരാശരി 11 ആകും. 11 ആകുമെങ്കിൽ ടീച്ചറുടെ വയസ്സ് എന്ത്? ചെയ്തു നോക്കിയേ. ഓക്കെ, നോക്കാം. എന്താ പറയാ, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ് അല്ലെ. അപ്പോൾ 40 കുട്ടികളുടെ നമ്മൾ എങ്ങനെ ചെയ്യാം? 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണെങ്കിൽ തുക 400 കണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പരിപാടി എന്താ പറഞ്ഞേക്കുന്നത്? ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയാൽ അല്ലെ. അപ്പോൾ ടീച്ചർ കൂടി വരുമ്പോൾ എത്ര പേരായി? 41 പേരായി അല്ലെ. അപ്പൊ ശരാശരി എത്രയായി? 11 ആയി. ശരിയല്ലേ? അപ്പൊ 41 × 10 എന്ന് പറയാം 410. 451 അല്ലേ. 451 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 41 10 1 40 കുറയ്ക്കുമ്പോൾ 1, ഇവിടെ കുറയ്ക്കുമ്പോൾ 51. സോ ഒരാളുടെ പ്രായം എന്താണ്? 51. എല്ലാവർക്കും കിട്ടി, ഒരുപാട് പേർ കിട്ടി. 5-ാം തീയതി ലൈവ് 6 മണിക്ക് എന്നായിരിക്കും? വിഷ്ണു ഓക്കെ, അറിയില്ല. 6 മണിക്കായിരിക്കും. നമ്മൾ അതിന് മുമ്പ് ലൈവ് ചെയ്യും. എനിക്ക് മനസ്സിലായിട്ടോ, പുള്ളിക്കാരി എന്താ പറയുന്നത് മനസ്സിലായില്ല. ഓക്കെ, 51. ഒരുപാട് പേര്. രജിത പറഞ്ഞു, വിദ്യ പറഞ്ഞു, ലത, ആരതി, വിജിത, വിഷ്ണു, ഇച്ചു, നന്ദു ഒക്കെ പറഞ്ഞു 51. കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ? അപ്പൊ നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഒന്ന് എഴുതാം. ഇതിന് നമുക്ക് പെട്ടെന്ന് അടുത്തോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാം. 5 പേരുടെ ശരാശരി തൂക്കം. 5 പേരുടെ ശരാശരി തൂക്കം. പക്ഷേ 51. 5 പേരുടെ ശരാശരി തൂക്കം 45 കിലോഗ്രാം. 45 കിലോഗ്രാം. ഇതിൽ നിന്നും 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി. മല്ലു റോക്കി 51. അതെ, ശ്രീജിത്ത് 51. യെസ്, പോയി. പകരം 40 കിലോഗ്രാം ഉള്ള മറ്റൊരാൾ വന്നു. എന്നാൽ ഇപ്പോഴുള്ള ശരാശരി തൂക്കം എന്ത്? ചെയ്യാൻ വരട്ടെ. അതെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു മോഡൽ എഴുതാം. രണ്ടും ഒരേപോലെ തോന്നുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, ഇത് ശരാശരി ചോദിക്കുന്ന ചോദ്യമാണ്. ഇതല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 15 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 15 കുട്ടികളുടെ ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിന്റെ വർധനവുണ്ടായി. ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിന്റെ വർധനവുണ്ടായി.
2 കിലോഗ്രാമിന്റെ വർധനവുണ്ടായി എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? 5-ാം തീയതി ക്ലാസ് 6 മണിക്ക് ആയിരിക്കും എന്നായിരിക്കും. ഓ ശരി 5-ാം തീയതി 6 മണിക്കല്ല കേട്ടോ, നമ്മൾ മിക്കവാറും 4-4:30 മുന്നേ തന്നെ ലൈവ് ചെയ്യും കേട്ടോ. അതാണ് എനിക്ക് മനസ്സിലായില്ല. അതല്ലെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ, എനിക്ക് ക്ലിയർ ആയില്ല പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് മുമ്പ് നമ്മൾ ലൈവ് ചെയ്യും. പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? ഒന്ന് ചെയ്തു നോക്കിയേ. രജിത കിട്ടി. ഓക്കെ, പറയാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാറില്ല, ഞാൻ പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരാശരി ദിവസ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കില്ല നമുക്ക് LGS വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം നമുക്ക്. ഓക്കെ, നമുക്ക് വിടാം. എന്താ പറയാ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇപ്പോഴത്തെ? 15 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് ഈ ഫോർമുല നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഇത് ന്യൂ മെമ്പർ എന്നാണ്, പുതിയ ആള്, വന്നു ചേർന്ന ആള്. ഈ GP എന്ന് പറഞ്ഞാൽ എന്താ? ഗോൺ പേഴ്സൺ എന്നാണ്. ഗോൺ പേഴ്സൺ. TO എന്താണ്? ടോട്ടലാണ്. DA എന്താണ്? ഡിഫറൻസ് ഇൻ ആവറേജ്. ശരാശരിയിൽ ഉണ്ടായ വ്യത്യാസം. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എനിവേ നമുക്ക് നോക്കാം. നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? 15 കുട്ടികളുടെ ക്ലാസ്സിൽ. സോ ടോട്ടല് നമ്മുടെ ഫോർമുല എന്താണ്? ന്യൂ മെമ്പർ, അതായത് പുതുതായി വന്ന ആളിന്റെ ഭാരം പ്രായമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ എന്താണ് പറയുന്നത്? GP പ്ലസ് TO ഇൻറ്റു DA. സോറി, ഡിഫറൻസ് ഇൻ ആവറേജ് അല്ലേ? ശ്രദ്ധിക്കാനുള്ള കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞാണ്. അപ്പൊ ഗോൺ പേഴ്സൺ, പോയ ആളിന്റെ ഭാരം, ഇവിടെ പോയ ആളിന്റെ ഭാരം അല്ലേ പറഞ്ഞിരിക്കുന്നത്? പോയ ആളിന്റെ ഭാരം 50 അല്ലേ? 50 കിലോഗ്രാം. സോ ടോട്ടൽ നമുക്ക് അറിയാം അത് 15 ആണ്. ഡിഫറൻസ് ഇൻ ആവറേജ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഫറൻസ് ഇൻ ആവറേജ് പറഞ്ഞിരിക്കുന്നത് 2 കിലോഗ്രാമിന്റെ വർധനവുണ്ടായി. നേരത്തെ എത്രയായിരുന്നോ അതിനേക്കാൾ 2 കിലോഗ്രാം കൂടി. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? നേരത്തെ ഉണ്ടായപ്പോൾ നേരത്തെ 30 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 32 ആയി. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 2 ആണ്. സോ ആ 2 എഴുതിയാൽ മതി. അപ്പൊ എന്ത് വരും? 50 പ്ലസ് 30 = 80. കിട്ടിയില്ലേ? അപ്പൊ 80 ആണ് പുതുതായി വന്ന ഭാരം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വർധനവ് എന്ന് പറഞ്ഞത് കൊണ്ട് ഓക്കെയാണ്. ഇനി ഒരു 2ന്റെ കുറവുണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ -2 എന്ന് കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാവും? 50 പ്ലസ് 15 ഇൻറ്റു -2, അതായത് 50 മൈനസ് 30 എന്ന് പറഞ്ഞ് 20 എന്ന് കിട്ടും. അപ്പൊ അത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോളുക. കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കണം? കൃത്യമായിട്ടും മൈനസ് കൊടുക്കണം. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. സോ നമ്മൾ മൈനസ് അല്ലെങ്കിൽ കുറവുണ്ടായി എന്ന് പറയുമ്പോൾ മൈനസ് കൊടുക്കണം, വർധന ഉണ്ടായി എന്ന് പറഞ്ഞാൽ പ്ലസ് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഒരുപാട് പേര് ആൻസർ രജിത പറഞ്ഞു, ആരതി ആദ്യത്തെ ആൻസർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു ആദ്യത്തെയും രണ്ടാമത്തെയും പറഞ്ഞിട്ടുണ്ട്, വിജിത 80, നിതീഷ് 2 പറഞ്ഞു, ശ്രീത്ത് ദെൻ ലത. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ നിങ്ങൾക്കിത്? സെറ്റാണല്ലോ, പ്രശ്നമില്ലല്ലോ? ഓക്കെ ശരി. അപ്പൊ നമുക്ക് അതൊക്കെയാണ്, പ്രശ്നമില്ല. അപ്പൊ ഇതാണ് ശരാശരി എന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയാ. ഇത്രയും ചോദ്യങ്ങൾ ശരാശരി നിന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇതൊക്കെ ചോദിക്കാനുള്ളൂ. ഓക്കെ, വിഷ്ണു നേരത്തെ പറഞ്ഞു ആൻസർ അല്ലേ? ഓക്കെ, വിഷ്ണു രാജേഷ് 2 വിഷ്ണു ഉണ്ട്. സോ 80. ഓക്കെ ശരി. ദെൻ നമുക്ക് അടുത്തത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നമുക്ക് ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന ടോപ്പിക്കാണ് എന്ന് പറയാ. ഈ പറയുന്ന ഇത് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകണം എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്. ഇത് ക്ലിയർ ആയിട്ടില്ല. ഞാൻ ആ കോഡൊക്കെ വെച്ച് പറഞ്ഞ ക്ലിയർ ആയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എനിവേ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം? നമുക്ക് അടുത്ത ടോപ്പിക്ക് അതിലേക്ക് പോവാം. കുഴപ്പമില്ലല്ലോ? പറഞ്ഞോണം പ്രശ്നം ഉണ്ടെങ്കിൽ. സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്
ലാഭവും നഷ്ടവും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ചോദ്യമാണ്. ഇതിൽ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻ നമുക്ക് LGSന് ആ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. ക്ലിയർ ആണ് വിജിത? ഓക്കെ, ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കുള്ളൂ. ആ ബേസിക് ക്വസ്റ്റ്യൻസ് ഏതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം എന്താണ്, എല്ലാവർക്കും ക്ലിയർ ആണല്ലേ? ശ്രീജിത്ത്, ഓക്കെ. എന്തൊക്കെയാണ് ആ ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുക? ഒന്ന്, വാങ്ങിയ വില കണ്ടുപിടിക്കുക, ദെൻ വിറ്റ വില കണ്ടുപിടിക്കുക, ദെൻ ലാഭശതമാനം കണ്ടുപിടിക്കുക, ദെൻ നഷ്ടശതമാനം കണ്ടുപിടിക്കുക. ഇതിലുള്ള ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് ചോദിക്കുക. അപ്പോൾ ലത ഓക്കെയാണ്, വിദ്യ ക്ലിയർ ആണ്. ശരി, അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഓർത്തിട്ട് പോവുക. അതായത് ലാഭം തരും, വിറ്റ വില തരും, എന്നിട്ട് വാങ്ങിയ വില ചോദിക്കും. ലാഭശതമാനം തരും, വാങ്ങിയ വില തരും, വിറ്റ വില ചോദിക്കും. വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ട് ലാഭശതമാനം ചോദിക്കും. ഓക്കെ, അതൊക്കെ അറിയാലോ, നമ്മൾ ഒരുപാട് പറയണ്ടല്ലോ. അപ്പോൾ ആ ടൈപ്പിലുള്ള ബേസിക് ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പോവുക. അതാണ് ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് വരുന്നത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഓക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്? അത് ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ ആ സംഭവം? വാങ്ങിയ വിലയും വിറ്റ വിലയും വരുന്നത് ഓക്കെയാണ്? ശരി, കുഴപ്പമില്ല. അടുത്തോട്ട് പോകാലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനി വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചില, ഇപ്പോൾ ഇതായിരിക്കും ഏറെക്കുറെ LGSനകത്ത് ലാഭവും നഷ്ടത്തിൽ ഇത് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. ഇതിൽ കൂടുതൽ ഇതിന് പുറത്തുനിന്ന് ചോദ്യം ചോദിക്കാനില്ല. എങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്, 5 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരു സാധനത്തിന്റെ വില ലാഭമായി കിട്ടി എങ്കിൽ ലാഭശതമാനം എന്ത് എന്നുള്ള ചോദ്യം. 5 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരു സാധനത്തിന്റെ വില ലാഭമായി കിട്ടി എങ്കിൽ എന്താണ് ലാഭശതമാനം എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. ആ ക്വസ്റ്റ്യൻ ഓർത്തുകൊള്ളുക. 5 സാധനങ്ങൾ വിറ്റപ്പോൾ ഇതിന്റെ ആൻസർ ഒന്ന് പറയാൻ പറ്റും നോക്കണം. വിറ്റപ്പോൾ ഒരു സാധനത്തിന്റെ വില ലാഭമായി കിട്ടി എങ്കിൽ ലാഭശതമാനം എന്ത്? ഇത് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇത് കാണാതെ പഠിക്കരുത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ 23, 25, 20 കെയുടെ ആവറേജ് 23 എങ്കിൽ കെയുടെ വില എന്ത് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ക്ലാസ് എന്ന് പറഞ്ഞ ഒരാൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ആവറേജിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളൊരു കാര്യം ഓക്കെ നമുക്ക് പറയാം, കുഴപ്പമില്ല. അപ്പോൾ നിതീഷ് 25 പറയുന്നവരുണ്ട്, വിഷ്ണു ഓക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു കാണാതെ പഠിക്കരുത്, എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞതാണ്, ആലോചിച്ച് വേണം പറയാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ലാഭശതമാനം എന്ന് പറയുന്ന ഫോർമുല വെച്ച് പഠിക്കുന്നവരാണ് ഈ ഫോർമുല വെച്ച് പഠിക്കുക. ലാഭശതമാനത്തിന്റെ ഫോർമുല എന്താണ്? ശതമാനം എന്ന് പറയുന്നത് വാങ്ങിയ വിലയിൽ ലാഭം ഇൻറ്റു 100 ഇതാണ് ഫോർമുല അല്ലേ? അപ്പോൾ നമുക്ക് വാങ്ങിയ വില വേണം. നമ്മൾ എന്താ പറയുക, 5 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരു സാധനത്തിന്റെ വില ലാഭമായി കിട്ടി. നമുക്ക് ഒരു സാധനത്തിന്റെ വാങ്ങിയ വില, ഒരു സാധനത്തിന്റെ വാങ്ങിയ വില ഞാൻ 1 രൂപ എടുക്കണം. 1 രൂപ ഒരു സാധനത്തിന്റെ വാങ്ങിയ വില ഞാൻ 1 രൂപയ്ക്കാണ് അത് വാങ്ങിയത്. അതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞാണ് 1 രൂപയ്ക്കാണ് വാങ്ങിയത് എങ്കിൽ അപ്പോൾ എത്ര സാധനങ്ങളാണ് വിറ്റത്? 5 സാധനങ്ങൾ വിറ്റല്ലേ? 5 സാധനങ്ങൾ ഞാൻ വിറ്റു. അപ്പോൾ വിറ്റ വില എന്തായിരിക്കും? വിറ്റ വില 5 രൂപയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ വിറ്റ വില എന്തായിരിക്കും? വിറ്റ വില 5 രൂപയല്ലേ? ശരിയല്ലേ? 5 സാധനങ്ങൾ വിറ്റു, ഒരു സാധനത്തിന് 1 രൂപ. അപ്പോൾ 5 സാധനങ്ങൾ എന്താ? 5 സാധനം വിറ്റപ്പോൾ 5 രൂപ. ശരിയല്ലേ? ലാഭം എത്ര കിട്ടി? ലാഭം ഒരു സാധനത്തിന്റെ വില, ഒരു സാധനത്തിന് 1 രൂപയല്ലേ? അപ്പോൾ ലാഭം 1 രൂപ. ശരി, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റിപ്പോകുമെങ്കിൽ കൺഫ്യൂഷൻ വരുന്നവർക്ക് വേണ്ടി മാത്രം. ബാക്കിയുള്ള കറക്റ്റാണ് ചെയ്തത്. ഫോർമുല വെച്ച് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ നോക്കിയേ, വിറ്റ വില 5 രൂപ. കാര്യം ഒരു സാധനത്തിന് 1 രൂപയാണ്. അങ്ങനെ വിറ്റ വില 5 രൂപ, 5 വിറ്റു, ലാഭം 1 രൂപ എങ്കിൽ നമ്മൾ വാങ്ങിയ വില എന്തായിരിക്കും? വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 4 രൂപയായിരിക്കും. കാര്യം അങ്ങനെയല്ലേ? ഇന്ന് ചിന്തിച്ചു നോക്കിയേ, 4 രൂപയ്ക്ക് വാങ്ങിയ സാധനം 1 രൂപ ലാഭം കിട്ടാൻ വേണ്ടി 1 രൂപ കൂട്ടി 5 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഈ 5 കുറച്ചാൽ പോരെ? അപ്പോൾ നമ്മൾ വാങ്ങിയത് 4 രൂപയല്ലേ? സോ 4 രൂപയിൽ ലാഭം എത്ര? ലാഭം 1 ഇൻറ്റു 100. ഇത് കട്ടായി പോകുമ്പോൾ എപ്പോഴും നമുക്ക് എന്തൊരു ആൻസർ 25 എന്ന്. ഇത് നമുക്ക് തെറ്റിപ്പോയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ 5 1 ഇൻറ്റു 100, അപ്പോൾ നമുക്ക് 20 ആയിരിക്കും കിട്ടുക. അങ്ങനെ ചെയ്യരുത്, ഇതാണ് കറക്റ്റ് മെത്തേഡ്. സോ 25 ആണ്, തെറ്റിപ്പോകരുത്. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം, അതൊരു നല്ല ചോദ്യമാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ശരി, കിട്ടി, കുഴപ്പമില്ല. അപ്പോൾ അതൊരു നല്ല ചോദ്യം. ദെൻ വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. ക്ലിയർ ആണല്ലോ? മാറ്റാലോ? നിതീഷ് ഓക്കെയാണ്.
എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, മറ്റേ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ദെൻ ഇത് നമുക്ക് അടുത്തത് നമുക്കൊന്ന് നോക്കാം. ഇനി ഒരു സാധനമുണ്ട്, 11 സാധനങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങിയിട്ട്, ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? 11 സാധനം 10 രൂപയ്ക്ക് വാങ്ങി 10 സാധനം 11 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എന്ത്? ഇങ്ങനെ ചോദ്യമുണ്ട്. ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടായിരുന്നോ? നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. നമ്മൾ ലൈവായിട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്രാഷ് പ്രോഗ്രാം, അതായത് 45 ദിവസത്തെ ക്ലാസ്സിൻ്റെ നമ്മൾ ചെയ്ത സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? ഇത് നമ്മളിങ്ങനെ ചെയ്യും. 11 10 അല്ലേ, എണ്ണം ആദ്യം എഴുതും അല്ലേ, 11 സാധനം. സോ ഇത് എണ്ണം, ഇവിടെ രൂപ അല്ലേ. അതെന്താണ്? 10 സാധനം 11 രൂപ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യും അല്ലേ. അങ്ങനെയാണ് 11 × 121, 10 × 10 100. എപ്പോഴും എണ്ണത്തിന്റെ താഴെ വരുന്നത് വാങ്ങിയ വില, രൂപയ്ക്ക് താഴെ വരുന്നത് വിറ്റ വില. നിങ്ങൾ നോക്കിയേ, 100ഉം 121 എന്താണ്? 100 രൂപയ്ക്ക് വാങ്ങി 121 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ലാഭം എത്രയാ? ലാഭം എന്ന് പറയുന്നത് 21 രൂപ അല്ലെ. ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ലാഭശതമാനമല്ലേ ചോദ്യം, എങ്കിൽ ലാഭശതമാനം ആണ് ചോദ്യം. ലാഭശതമാനം അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭശതമാനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വാങ്ങിയ വിലയിൽ ലാഭം ഇൻറ്റു 100. വാങ്ങിയ വില എത്രയാണ്? 100 രൂപ. 100ൽ 21 ഇൻറ്റു 100. ഇതാ കട്ടായി പോയി. ആൻസർ 21%. കിട്ടി. എത്ര പേർ കിട്ടി? രജിത, ആരതി, വിദ്യ, വിഷ്ണു. ഓക്കെ, നോക്കിയേ ഈ സംഭവം സെറ്റാണെന്ന് നോക്കിയേ. നമ്മൾ മുമ്പ് പറഞ്ഞ ചോദ്യമാണ്. ക്ലിയർ ആണോ സംഭവം? രണ്ട് വിഷ്ണു ഉണ്ട്. വിഷ്ണു രാജശേഖരൻ, പിന്നെ വിഷ്ണു പ്ലം പഴിഞ്ഞി അല്ലേ. ഓക്കെ. റഷീന വിജിത 21. ഡൺ. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു ചോദ്യമുണ്ട്. 21. ഒരുപാട് പേര്, വിജിത, റഷീന, ശ്രീത്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ശരി. ഇനി വരുന്ന ചോദ്യം എന്നറിയാവോ? ഇനി വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ x²/100 എന്ന് വരുന്ന സംഭവമുണ്ട്. x²/100%. ഓർമ്മയുണ്ടായിരുന്നു ഈ ചോദ്യം? അതായത് ഒരു സാധനം 99 രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ആദ്യത്തിന് 10% ലാഭവും രണ്ടാമത്തിന് 10% നഷ്ടം. ബിസിലി ക്ലിയർ? ഓക്കെ. അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഒരു സാധനം ആദ്യം 10% ലാഭത്തിന് വിറ്റു, പിന്നെ 10% രണ്ട് സാധനങ്ങളുണ്ട്. അത് എന്താണ് പറഞ്ഞത്? 99 രൂപ വിലയ്ക്ക് വിറ്റപ്പോൾ ആദ്യത്തേന് 10% ലാഭവും രണ്ടാമത്തിന് 10% നഷ്ടവും ഉണ്ടായി. എങ്കിൽ കച്ചവടത്തിൽ ആകെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്ന് പറഞ്ഞ ചോദ്യമുണ്ട്. ഓർമ്മയുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതുപോലത്തെ 2 ചോദ്യങ്ങളുണ്ട്. തെറ്റാൻ സാധ്യതയുണ്ട്. രണ്ടും സെപ്പറേറ്റ് പഠിച്ചോണം. വാങ്ങിയിട്ട് വിൽക്കുന്ന കേസും ഉണ്ട്, ഡയറക്റ്റ് വിൽക്കുന്ന കേസും ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഓർമ്മയുണ്ടെന്നറിയില്ല. അത് x² ഓർമ്മയുണ്ട് ആരതി? യെസ്. അപ്പോൾ അത് എങ്ങനെ തന്നെ പഠിക്കുക? x²/100 എന്ന് പറയുന്ന ഫോർമുല സെപ്പറേറ്റ് തന്നെ പഠിച്ചോളുക. അങ്ങനെ ചോദ്യമുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ദെൻ അതുപോലെ തന്നെയാണ് അത് മറ്റൊരു പെർസെൻറ്റേജ് ഒക്കെ വിട്ടല്ലേ. x²/100 എന്ന് പറയുന്ന ഫോർമുല വെച്ച് പഠിച്ചോണം. ഒരു സാധനം എന്ത് ചെയ്തപ്പോഴാണ്? ഒരു 2 സാധനങ്ങളുണ്ട്. ഒന്ന് 10% ലാഭത്തിനും മറ്റേത് 10% നഷ്ടത്തിനും വിറ്റാൽ എന്ത് സംഭവിക്കുന്നു? ആ കച്ചവടത്തിലുടനീളമുള്ള ലാഭമോ നഷ്ടമോ എന്നത് അത് എപ്പോഴും നഷ്ടമായിരിക്കും. എത്ര ശതമാനം? x²/100. 10% ലാഭത്തിനും ദെൻ 10% നഷ്ടത്തിനും വിൽക്കുകയാണെങ്കിൽ ആ കച്ചവടം എപ്പോഴും നഷ്ടമായിരിക്കുമെന്ന് പഠിച്ചോളുക. അത് എത്ര ശതമാനം നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് x²/100 മീൻസ് 10^²/100% നഷ്ടമായിരിക്കും. അതായത് 10^² 100 ആണ്. 100/100% മീൻസ് 1% ലോസ് ആയിരിക്കും എന്നുള്ളത്. ഇത് 2 ടൈപ്പ് ചോദ്യങ്ങളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. രണ്ടും തിരിഞ്ഞു പോകരുതെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. സോ ഓർത്തോളുക ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഇതിന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് രജിത 1. ഓക്കെ, നഷ്ടമാണ് വിജിത. യെസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ ചോദ്യം? നിങ്ങൾ ഒരുവിധം വർക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഓർമ്മ കാണും. ഇതേ തരത്തിലുള്ള മറ്റൊരു ചോദ്യങ്ങൾ 1% ആണ്. ഇതേ തരത്തിലുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇത് തന്നെ ആയിരിക്കും ചോദിക്കുന്നെങ്കിൽ ചോദിക്കാൻ സാധ്യത കൂടുതൽ. ഓക്കെ. ദെൻ നമ്മൾ ഇനി പറയുന്നത് ഏതാണ്?
നമുക്കിനി പറയേണ്ട ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഉണ്ട്. ഒരു 3 പേന വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യമായി ലഭിച്ചുവെങ്കിൽ ഡിസ്കൗണ്ട് എത്ര % ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ അതുപോലത്തെ പേന ഒന്ന് പഠിച്ചോളാം. 3 പേന വാങ്ങിയപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഒരു പേന സൗജന്യമായി ലഭിച്ചു. ഒരു പേന സൗജന്യം കിട്ടി എങ്കിൽ ഡിസ്കൗണ്ട് %. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരിക്കലും 3-1 എടുക്കരുത്. നമ്മൾ ആകെ നമ്മുടെ കയ്യിൽ എത്ര 3 പേന വാങ്ങി നമ്മൾ ഒരു പേന സൗജന്യം കിട്ടി. അപ്പൊ ആകെ 4 പേന നമ്മുടെ കയ്യിലുണ്ട്. ആ 4 ഒരെണ്ണം നമുക്ക് സൗജന്യം കിട്ടി, ഡിസ്കൗണ്ട് കിട്ടിയതാണ്. സോ അത് × 100 ആയിരിക്കും. അപ്പോൾ ആകെയിൽ എത്ര എണ്ണം? ഒരെണ്ണം സൗജന്യം ഡിസ്കൗണ്ട് കിട്ടി × 100. സോ ഇത് നമുക്ക് എത്ര 20. സോ 25%. 25. യെസ് രജിത 25. അപ്പൊ അത് ഓർത്തോളുക, 25% ആണ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ അല്ലേ? ഒരാളെ ആൻസർ പറഞ്ഞല്ലോ. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ ഇത്? വിജിത, വിദ്യ, ABCD 25. ആരതി നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ അത്? ഓക്കെ. ദർശന I choose ഡൺ. ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ അല്ലേ? ശ്രീത്ത് 25%. ഓക്കെ. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഇതാണ് ഇത്രയും ചോദ്യങ്ങൾ വരാൻ വഴിയില്ല. ഡിസ്കൗണ്ട് ഓക്കെയാണ്. ഇതൊക്കെ സാധ്യത ഇതൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസിക്കലി എളുപ്പമുള്ള ചോദ്യങ്ങൾ. ലാഭമൊക്കെ ഡയറക്റ്റ് ലാഭ ശതമാനം നഷ്ട ശതമാനം ഒക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് നോക്കിക്കോളുക. ഡബിൾ ഓക്കെ വിഷ്ണു ശരി. അപ്പോൾ ഇത് നമുക്ക് നോക്കേണ്ട എന്താണ്? സമയവും ദൂരവും. അവസാനത്തെ മാത്സിനകത്തുള്ള അവസാനത്തെ ടോപ്പിക്കാണ് വേഗത ദൂരം സമയം എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. വേഗത ദൂരം സമയത്തിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഓക്കെ വേഗത ദൂരം സമയം. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും km/h m/s തിരിച്ചോ ഉള്ള കൺവേർഷൻ ജസ്റ്റ് നോക്കിയിട്ട് പോവുക. തിരിഞ്ഞു പോവാതിരിക്കാനൊക്കെ നമ്മൾ കോഡൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കൺവേർഷൻ ഓർത്തോളുക എപ്പോഴും. ഓക്കെ. CS വ്ലോഗ്സ് ഞാൻ ഇന്ന് കാണുവാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട്. നേരത്തെ ക്ലാസ്സിൽ ഞാൻ കണ്ട ഓർമ്മയില്ല. എനിവേ വെൽക്കം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ ഈ സാധനങ്ങൾ നമ്മൾ ബേസിക്കലി ഓർത്ത് വെച്ചോളുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് പ്രശ്നമുള്ള ചോദ്യമല്ല. ആ ക്വസ്റ്റ്യൻ കൺവേർഷൻ നമുക്കറിയാം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം അല്ലേ. ഇനി അതിനകത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. എന്താണ്? ഒരു വാഹനത്തിന്റെ ദൂരവും സമയവും തന്നിട്ട് വേഗത കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ വേഗതയും ദൂരം തന്നിട്ട് സമയം കണ്ടുപിടിക്കാൻ. അതിനകത്ത് സിമ്പിൾ ആണ്. വാമിക 25 നേരത്തെ അല്ലേ? ശരി. അപ്പോൾ അത് ബേസിക് ചോദ്യങ്ങൾ. ബേസിക് ചോദ്യങ്ങൾ ഞാൻ പറയുന്നില്ല. ബേസിക്കലി ചോദ്യങ്ങൾ ചോദിക്കാം. ദൂരവും സമയം തന്ന വേഗത, വേഗവും ദൂരം തന്ന സമയം, സമയവും വേഗത തന്ന ദൂരം. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ സ്ഥിരമായിട്ട് LGS നമ്മൾ ചോദിച്ച് കാണാറുള്ള ചോദ്യമുണ്ട്. അതെന്ന് പറയുന്നത് ഒരു വാഹനം അല്ലെങ്കിൽ ഒരാള് എയിൽ നിന്നും ബിയിലേക്ക് കഴിഞ്ഞ പ്രിലിംസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ചോദ്യം ഉദ്ദേശം ഇതാണ്. ചാനൽ ഫേമസ് ആയി ബ്രോ. അതെ പുതിയ ആൾക്കാർ പറഞ്ഞല്ലേ? അതെ ഫേമസ് ആയി ഉറപ്പായിട്ടും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു വാഹനം അല്ലെങ്കിൽ ഒരാൾ A km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എന്ത് ചെയ്യുന്നു? B km/h വേഗതയിലും ട്രാവൽ ചെയ്താൽ ശരാശരി യാത്രയിലൂടെ നമ്മുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് എന്തായിരിക്കും? 2AB/A+B. അതായത് അങ്ങോട്ട് പോയത് 30 km/h ഇങ്ങോട്ട് വന്നത് 40 km/h ആണെങ്കിൽ 2 × 30 × 40/30 + 40 70. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിവേ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ഇതിന്റെ ശരാശരി. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചത് 3 വരുന്ന ക്വസ്റ്റ്യൻ സാധനം ചോദിക്കാറില്ല LGSന്. 2 വെച്ച് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്. ശരാശരി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് 2AB/A+B എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം. അതെ റഷ്യന 2AB/A+B. അപ്പൊ ഇത് ഇങ്ങനെ മാത്രമല്ല കേട്ടോ. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വാഹനം എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക്. ഇങ്ങനെ അല്ലാണ്ട് ഈ ചോദ്യം ചോദിക്കും. ഒരാള് ഒരു യാത്രയുടെ പകുതി ദൂരം A km/h വേഗതയിലും ബാക്കി പകുതി ദൂരം B km/h വേഗതയിലും സഞ്ചരിച്ചാൽ യാത്രയിലൂടെ നമ്മൾ ശരാശരി വേഗത. ഇതേ ഫോർമുല തന്നെയാണ് A+B. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് പഠിക്കേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ പഠിക്കണം എന്താണ്? ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോഴുള്ള ദൂരവും ബിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോഴുള്ള ദൂരവും സെയിം ആണ്. ശരിയല്ലേ? ദൂരം മാറില്ല. രണ്ടും ഒരേ സ്ഥലങ്ങളല്ലേ? തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരേ ദൂരം അല്ലെ? അങ്ങോട്ടും ഒരേ ദൂരം, ഇങ്ങോട്ടും ദൂരം. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ 30 ഉം 40 കണ്ടോ? അപ്പോൾ ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ
യാത്രയിലുടനീളമുള്ള ശരാശരി വേഗത 2ab/b. അപ്പൊ ഈ സാധനം നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഒരേ ദൂരം അല്ലേ. റിച്ചു സി ആൻഡ് ഫാമിലി എന്നാണോ? ഹായ്, പുതിയ ആളാണ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ എന്താ പറയാ, ഇത് നോക്കി നിങ്ങൾ നോക്കിയ ഒരു ഫുൾ ദൂരമുണ്ട്, അതിന്റെ പകുതി ദൂരം അല്ലേ ഒരു വേഗതയിൽ, വീണ്ടും അടുത്ത പകുതി. രണ്ടും ഒരേ ദൂരം അല്ലേ? നോക്കി, ഈ ദൂരം സഞ്ചരിച്ചതും ഈ ദൂരം ഒരേ ദൂരം അല്ലേ? അപ്പോൾ രണ്ടും ഒരേ ദൂരം ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫോർമുല യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ നമ്മൾ പഠിക്കേണ്ടത്? ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ഇതാണ് ഫോർമുല. ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകൾ സഞ്ചരിച്ചാൽ ഫോർമുല ഇതാണ് എന്ന് തന്നെ പഠിച്ചോളുക. അപ്പൊ ഇവിടെയും 2ab/a+b ആണ് എന്നോർത്തോളുക. പിന്നെയുള്ളത് സാധാരണ രീതിയിലുള്ള സിമ്പിൾ ചോദ്യം. എങ്ങനെയാണ്? ഇപ്പൊ പറയാണ് 60 മീറ്റർ സഞ്ചരിക്കാൻ ഒരാൾക്ക് 20 സെക്കൻഡ് വേണം, അല്ലെങ്കിൽ ഒരു വാഹനത്തിന് 20 സെക്കൻഡ് വേണം എങ്കിൽ 240 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? ഇതാണ് ചോദ്യം. 60 മീറ്റർ സഞ്ചരിക്കാൻ 20 സെക്കൻഡ് വേണം എങ്കിൽ 240 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നുള്ള ചോദ്യം. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലയോ? ഒരുപാട് രീതികൾ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇത് സാധാരണ LGSന് കാണുന്ന ഒരു ചോദ്യമാണ്. പെട്ടെന്ന് പറയാൻ പറ്റില്ലേ? ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, 60 240 ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 4 കൊണ്ട് ഗുണിച്ചല്ലേ? 60 × 4 = 240. ഇവിടെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്ത് കിട്ടി? 80 സെക്കൻഡ്. 80 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 20 സെക്കൻഡ്, സോറി 1 മിനിറ്റും 20 സെക്കൻഡും അല്ലേ? ഓക്കെ. ജാബിർ ഷെരീഫ് മരുത്തിൽ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹായ്. എനിവേ, ഈ സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? ഈ സംഭവം ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ അല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആവാതെ 30 ബ്രോ? നിതീഷ് ബ്രോ, എനിക്ക് തെറ്റിയോ? 80 അല്ലേ? 15 ഓക്കെ ആണ്. ശ്രീത്ത് 15 എനിക്ക് മനസ്സിലായില്ല. നിതീഷ് ക്ലിയർ ആയില്ല ഞാൻ ഇത് പറഞ്ഞത്. ഇത് ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ, ഇന്നലെ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 60 മീറ്ററിന് 20 സെക്കൻഡ്. നമ്മൾ എന്ത് ചെയ്യും? 1 മീറ്റർ സഞ്ചരിക്കാൻ എന്ത് ചെയ്യും? ഈ 60 അപ്പുറത്ത് പോട്ടെ, 20/60 അത്രയും സെക്കൻഡ് അല്ലേ? 1 മീറ്റർ, ഈ 60 അപ്പുറത്ത് 20 ഇനി എന്താണ്? നമുക്ക് 240 മീറ്റർ അല്ലേ വേണം? നമ്മൾ എന്ത് ചെയ്യും? 1 മീറ്റർ ഇത്രയാണെങ്കിൽ 240 എന്തായിരിക്കും? 240 മീറ്ററിന് 20/60 × 240. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. സോ ഇത് കട്ടായി പോയി. 6 4 24. സോ 4 അല്ലേ? 4 2 80 സെക്കൻഡ്സ് അല്ലേ? റഷീന മനസ്സിലായില്ല. വാവ 80, നന്ദു 80, അമി എന്നാണ് പേര് അല്ലേ? ഹായ് റഷീന, ഈ പറഞ്ഞ സ്റ്റെപ്പ് മനസ്സിലായില്ല. ഇതിപ്പോ എളുപ്പത്തിൽ ചെയ്യാൻ കേട്ടോ. ഇത് ഇത്രയും സ്റ്റെപ്പില്ല, ഇത് ചെയ്യാനുള്ള മെത്തഡാണ് ഞാൻ പറയുന്നത്. എന്താണ് നോക്കിയേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒന്ന് നോക്കിയേ. റഷീന, ഇത് ചെയ്യാൻ പറ്റും നോക്ക്. ഇത് നമുക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. താര 80. ഓക്കെ, അതൊരു പുതിയ പേരാണ്. ശരി. അപ്പൊ നോക്കിയേ, 60 240 എങ്ങനെയാ? 60നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്താവുക? 240 ആവുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 60നെ 4 കൊണ്ട് ഗുണിച്ച് 240 ആക്കിയെങ്കിൽ ഇവിടെയും എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. സോ 4 × 20 80 സെക്കൻഡ്സ്. ഇങ്ങനെ ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടും. വിജിത, ശ്രീത്ത്, താര, ദെൻ വിഷ്ണു, ഡൺ 80. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. റഷീന പറഞ്ഞോ എന്താണ് ഡൗട്ട്? ശ്രീത്ത് ഓക്കെ ആയോ ബ്രോ? ശരിയാണ്. ഓക്കെ. വാമിക ഒന്നുകൂടെ പറയണം, ഇനി ഒന്നുകൂടെ പറയണം. ഈ 2 സ്റ്റെപ്പ് മനസ്സിലായില്ല. ഇങ്ങനെ ഒന്നുകൂടെ ഞാൻ ഇത്തിരി സ്പീഡിനാണ് പറഞ്ഞ. വാമിക ക്ലിയർ ആയില്ലേ? ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം. ഏതാണ് പറയേണ്ടത്? ഇതിനെ ഞാൻ 1 ഇതിനെ 2 കൊടുക്കാം. 2 മെത്തേഡും പറയണമെങ്കിൽ 1 and 2 എന്ന് പറഞ്ഞോ, അതല്ല 1 or 2 ഏത് പറയണം? ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയ മെത്തേഡ് പറഞ്ഞാൽ അത് പറഞ്ഞുതരാം. ഏത് മെറ്ററാണ് പറയണതെന്ന് പറഞ്ഞോ വാമിക. റഷീന ഓക്കെ ആയി. ശരി, ഈ വാമിക കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏതാണ് പറയണത് വെച്ചാൽ പറയാം. വാമികയില്ലേ? പോയോ? ഇല്ലാന്ന് തോന്നുന്നു. ഏത് മെത്തഡാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഏത് മെത്തഡാ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനത് പറയാം. ABC നെക്സ്റ്റ് പോവാം. ശരി, ഓക്കെ. ഞാൻ ഒരാൾ ഡൗട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ആള് ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അടുത്തിലോട്ട് പോവാം അല്ലേ? സമയം കളയാനില്ല.
അപ്പോൾ വാമിക ഇത് ക്ലിയർ ആയില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക കേട്ടോ. നേരത്തെ ഡൗട്ട് പറഞ്ഞുള്ളവരുണ്ട്, അവരെനിക്ക് പേഴ്സണലി ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അയക്കാൻ ഞാൻ അവർക്ക് പറഞ്ഞുതരാം കേട്ടോ. എനിക്കൊന്ന് പേഴ്സണലി അയച്ചിരിക്കണം കേട്ടോ. 2-3 പേര്, എനിക്ക് പേര് ഓർമ്മയില്ല, 2 പേര് ഡൗട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് പേഴ്സണലി അയച്ചിരിക്കും കേട്ടോ. വാട്സപ്പിലോ ടെലഗ്രാമിലോ നമ്പർ ഞാൻ താഴെയുണ്ട്. സോ അയച്ചു തന്നെ ഞാനത് പറയാം. ഓക്കെ ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ആയി ആരടി? ശരി, ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ടൈപ്പ്. ഇനി എന്താണ് ഈ വേഗത ദൂരം സമയത്ത് നെക്സ്റ്റ് ചോദിക്കുന്ന സാധനം എന്നറിയാവോ? അത് ട്രെയിനാണ്, തീവണ്ടിയാണ്. തീവണ്ടിയിൽ നമുക്ക് LGS-ൽ ഒരു 2 മോഡൽ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി, അതേ ചോദിക്കത്തുള്ളൂ. തീവണ്ടിയിൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒന്ന്, ഒരാളിനെ മറികടന്ന് പോവുക, ഒരു പോസ്റ്റിനെ മറികടന്ന് പോവുക, ഒരു മരത്തിനെ മറികടന്ന് പോവുക എന്ന് പറയുന്ന ചോദ്യം. ഓക്കെ ശരിയല്ലേ? അപ്പൊ അതൊരു ടൈപ്പ്. അതായത് എന്താണ്? ഒരാളിനെ, ആള്, മരം, പോസ്റ്റ്, ഇതിനെ അല്ലെങ്കിൽ ഒരു കല്ല് എന്നൊക്കെ പറയും അവര്, ഇതിനെയൊക്കെ മറികടന്ന് പോകുന്ന ചോദ്യം. രണ്ടാമത്തത്, മറ്റൊരു തീവണ്ടിയെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ പാലം, അല്ലെങ്കിൽ തുരങ്കം, അല്ലെങ്കിൽ ടണൽ, ഇതൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴുള്ള ക്വസ്റ്റ്യൻ. ഈ 2 ചോദ്യങ്ങളാണ് തീവണ്ടിയിൽ നമുക്ക് സാധാരണ LGS ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും മോഡൽ വേണമെങ്കിൽ പറയണം. എൻ്റെ മോഡൽ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തോന്നല്ല, കാര്യം എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? ഇതിനകത്ത് തന്നെ തീവണ്ടി ഇതിനെ മറികടന്ന് പോകുന്ന സമയങ്ങളിൽ 2 ടൈപ്പ് ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരേ ദിശയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഓപ്പോസിറ്റ് ദിശയിലുള്ള കോൺസെപ്റ്റും, എതിർ ദിശയിലുള്ള കോൺസെപ്റ്റും അല്ലേ? എതിർ ദിശയിൽ ഒരു കോഡൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ലാസ് ചെയ്ത് പഠിപ്പിച്ച സമയത്ത്. ഒരു കോഡ് നമ്മൾ പറഞ്ഞു, തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കോഡ് പറഞ്ഞു. ആർക്കെങ്കിലും ആ കോഡ് ഓർമ്മയുണ്ടോ? തിരിഞ്ഞു പോവില്ല എന്നുള്ളവർക്ക് കോഡൊന്നും ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് തിരിഞ്ഞു പോകില്ലെങ്കിൽ നിങ്ങൾ കോഡൊന്ന് ഓർമ്മിച്ചേക്കണം. ഞാൻ കോഡ് ക്ലാസ് പറഞ്ഞു തിരിഞ്ഞു പോകുന്നവർക്ക്. ഓക്കെ, അപ്പൊ ഈ 2 ടൈപ്പ് ചോദ്യങ്ങൾ ഒന്ന് ഓർത്ത് ചെയ്തിട്ട് പോവുക. ഒരു നല്ല ചോദ്യമാണ്, നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ചോദ്യമാണ് ഈ 2 സാധനങ്ങൾ എന്ന് പറയാം. ഓക്കെ, ഓസം അതാണ് റഷ്യൻ ഗവൺമെന്റ്. ഓസം അതാണ്. ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ, ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആണെങ്കിൽ സം ചെയ്യണം. നമ്മൾ എങ്ങനെ പഠിച്ചു? കോഡ് വെച്ചിട്ട് ഓസം. നമ്മൾ ഓസം എന്നാണ് പഠിച്ചത്. ഓസം നമ്മൾ സാധാരണ സ്പെല്ലിംഗ്, ഓസത്തിന്റെ സ്പെല്ലിംഗ് അങ്ങനെ LW സംതിങ് ഓസം എന്നാണ്. അപ്പൊ നമ്മൾ ഇതിനാണ് ഓസം എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഓസം, വിജിത, ഡൺ. അപ്പൊ ഓർമ്മയുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോവാം. ഇതിലൊരു ചോദ്യം നമുക്ക് ഷുവറായിട്ടും എക്സ്പെക്ട് ചെയ്യാം. തീവണ്ടി ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. നോക്കിയിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പൊ അതാണ് തീവണ്ടി എന്ന് പറയാ. ദെൻ കുഴപ്പമില്ലല്ലോ. ഏതെങ്കിലും മോഡൽ വേണമെങ്കിൽ പറയാം. മോഡലിന് വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി അടുത്തുള്ളത് ചോദിക്കാൻ, ഇനി ഇൻ കേസ് കഴിഞ്ഞൊരു പ്രിലിമിനറി ചോദിച്ചതാണ് ബോട്ട് ആൻഡ് സ്ട്രീം. ഇത് എളുപ്പത്തിലൊക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം. ഒന്നും വേണ്ട, ഫോർമുലയോ ഇക്വേഷനോ ഒന്നുമില്ലാതെ നമ്മൾ സിംപ്ലി ചെയ്യുന്നൊരു സാധനമാണ് ബോട്ട് ആൻഡ് സ്ട്രീം. ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് ബോട്ട് ആൻഡ് സ്ട്രീം. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. റെക്കോർഡ് ക്ലാസ് ടെലഗ്രാമിനകത്ത് നമ്മൾ ആ ക്രാഷിന്റെ ഇടയിൽ ദിവസത്തിൽ തന്നതാണ്. കണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എത്ര പേർ കണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ചിലർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞൊരു സാധനമാണ് ബോട്ട് ആൻഡ് സ്ട്രീം. പക്ഷേ സിംപ്ലി ചെയ്യാൻ പറ്റും. കോഡൊന്നും ഇക്വേഷനോ സംതിങ് ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു പടം വരയ്ക്കും നമ്മൾ ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ഓർമ്മയുള്ള ചോദ്യമാണ്. അപ്പോൾ ബോട്ട് ആൻഡ് സ്ട്രീമിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? ഒന്ന്, ഒഴുക്കിന് വിപരീതമായുള്ള വേഗത ഒന്ന്. ദെൻ അനുകൂലമായുള്ള വേഗത, ദെൻ ഒഴുക്കിന്റെ വേഗത. ഇത് 3 ചോദ്യങ്ങളെ അത് ചോദിക്കുള്ളൂ. LGS ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ 3 ചോദ്യങ്ങളാണ്. ഒഴുക്കിന്റെ വേഗത, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ചോദിക്കുക. ആരതി കണ്ടു ആ ക്വസ്റ്റ്യൻ? ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് ഫോർമുലയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. ബോട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ശ്രീത്ത്, ഓക്കെ. അപ്പോൾ ഇത്രയുമായിരുന്നു അതിനകത്ത് വരുന്ന ബേസിക് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മാത്സിനകത്തുള്ള കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഈസിയാണ് ആരതി? യെസ്, അത് കണ്ടാൽ ഈസിയാണ്. എൻ്റെ വിശ്വാസത്തിൽ ഈസിയാണ്. ഇനി ഞാൻ ക്ലാസ് എടുത്തിട്ട് ഞാൻ തന്നെ ഈസിയാണെന്ന് പറയുന്നത് ശരിയായ ഒരു രീതി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഇതാണ് നമ്മുടെ മാത്സിനകത്തുള്ള കംപ്ലീറ്റ് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ പെട്ടെന്ന്, ആവശ്യമൊന്നുമില്ല, കാര്യം ഈ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ചെയ്ത് കളയുന്ന സാധനമാണ്. നമ്മൾ എങ്കിലും അത് ഒഴിവാക്കി കളയാൻ പറ്റുന്ന സാധനമല്ല. ചില ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ മെന്റൽ എബിലിറ്റിയിൽ നമുക്ക് പഠിക്കേണ്ട ഏജ് പ്രോബ്ലം നന്നായിട്ട് നോക്കിയിട്ട് ഏജ് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റും. ചിലർ കഴിഞ്ഞ ദിവസം ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ സാധനമാണ്. പക്ഷേ ഓപ്ഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഏജ് പ്രോബ്ലം.
ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ വരിയും നിരയും നോക്കിയിട്ട് പോവുക. ഈസിയാണ് റഷീന. യെസ്, വരിയും നിര നോക്കിയിട്ട് പോകും. പിന്നെ അതിൽ വരുന്നത് ശ്രേണികൾ വരുന്നത്. ശ്രേണി നമുക്ക് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഈ ശ്രേണികളും സമാന ബന്ധങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്ത് ഒന്നും ആലോചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതും വെച്ചിട്ട് ഒരുപാട് നേരം ഇരിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അടുത്ത ക്വസ്റ്റിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോവുക. കാര്യം നമ്മുടെ സമയം കളയുന്ന സാധനമാണ്. ചിലപ്പോൾ ചിലതൊക്കെ മിസ്റ്റേക്കും ആയിരിക്കും. പിന്നെ ഉള്ളത് ബോർഡ് മാസ് ആണ്. ബോർഡ് മാസ് ഒക്കെ അറിയാലോ. പിന്നെ ഒറ്റയാണ് ഓട് വൺ ഔട്ട്. ഈ ഓട് വൺ ഔട്ടിന്റെ പ്രശ്നം PSC ആലോചിക്കുന്ന ഒന്നായിരിക്കും, നമ്മളിരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറെ ഒന്നായിരിക്കും. നമുക്ക് നമ്മുടേതായ എക്സ്ക്യൂസ് ഉണ്ടാവും. അത് ഇങ്ങനെ രീതി ചിന്തിച്ചാൽ കിട്ടത്തില്ലയോ എന്നൊക്കെ തോന്നും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മാനസിക എന്താണ് ഈ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും മെന്റബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് നമുക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു. സോറി, വളരെ ഈസിയാണ് അല്ലേ? ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. മെന്റബിലിറ്റി പറഞ്ഞ് നമുക്ക് സമയം കളയണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചിരിക്കുക. നേരത്തെ 2 പേര്, എനിക്ക് പേര് ഓർമ്മയില്ല, സോറി. അതെനിക്കൊന്ന് പേഴ്സണലി അയച്ചിരിക്കും. ഞാൻ കൃത്യമായിട്ട് ചെയ്ത് അയച്ചിരിക്കും. നിങ്ങൾക്ക് ടെലഗ്രാമിലോ വാട്സപ്പിലോ അയച്ചിരിക്കാം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ക്ലാസ് നമുക്ക് ഈ 45 ഡേയ്സിൻ്റെ ക്രാഷ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടെന്ന് അറിയില്ല. എനിവേ തീർച്ചയായിട്ടും ഇനി ബാക്കി നമ്മൾ ഇവിടെ കൊണ്ട് നമ്മൾ LGCന്റെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്ന LDCയുടെ ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ LDC ക്ലാസ് കണ്ടിന്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ദെൻ പിന്നെയുള്ളത് എന്താ പറയുക, ഞാനൊരു കൃത്യമായിട്ടും കേട്ടോ, നമ്മളൊരു 45 ദിവസം ക്ലാസ് എടുത്തല്ലോ. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് വേണം. ഞാൻ ഫീഡ്ബാക്കിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ഇട്ടിരിക്കും. ലൈവ് നമുക്കിനി ഇല്ല. നാളെ ഇനി മറ്റന്നാൾ എക്സാം അല്ലേ ബ്രോ? ABCD എന്ന് പറയുന്ന അല്ല ഫൈൻ ആർട്സ് നിശേഷകരണം വേണം. നിശേഷകരണം പഠിച്ചോണം കേട്ടോ. നിശേഷകരണം പഠിച്ചു വെച്ചോണം. അതിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്നലെ ചെയ്തിരുന്നു ഫൈൻ ആർട്സ്. ഇന്നത്തെ ക്ലാസ് ഇല്ലായിരുന്നു തോന്നുന്നു അല്ലേ? ഇന്നലെ നമ്മളത് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് എടുത്ത് പറയാത്ത. നിശേഷകരണം എന്ന് പറഞ്ഞ ടോപ്പിക് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ കാര്യം നോക്കണം കേട്ടോ. ജസ്റ്റ് നോക്കി വെച്ചേക്കണം. 12 ഹരിക്കാൻ പറ്റുന്നത്, അത് വലിയ സംഖ്യ ചോദിക്കുന്നത്. 12 ഹരിക്കാൻ പറ്റുന്നത് 3, 9 ചോദിക്കും. അത് നോക്കി വെച്ചോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നിശേഷഹരണം ഒന്ന് നോക്കിയിട്ട് പോകണോട്ടോ എല്ലാവരും. നിശേഷഹരണ പ്രക്രിയ നോക്കിയിട്ട് വേണം പോകാൻ. കൃത്യമായിട്ടും ഒന്ന് നോക്കിയിട്ട് വെച്ചോളുക. അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് ഏത്? അത് ചിലപ്പോൾ ഓട് വൺ ഔട്ടിലും ചോദിക്കാം. ഓട് വൺ ഔട്ട് സാധനം ചോദിക്കാറുണ്ട്. ഈ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി ABCD ഞാൻ ലൈവ് നമ്മളിപ്പോൾ എന്തായാലും ഇടുന്നില്ല. ലൈവ് നമ്മൾ ഇന്നുകൊണ്ട് കഴിയാണ്. കാരണം മറ്റന്നാൾ എക്സാമിന് നാളെ പറഞ്ഞ് നിങ്ങളിട്ട് വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത് വെച്ചിട്ട് ഇന്നുകൊണ്ട് ഇന്നോട്ട് അങ്ങ് കവർ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 12 അറിയാം. ബാക്കി കുറച്ച് ഡൗട്ട് ഉണ്ട്. എനിക്കൊന്ന് പേഴ്സണലി അയച്ചിരുന്നാൽ മതി കേട്ടോ. ഞാനത് പറഞ്ഞുതരാം. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് പേഴ്സണലി അയച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് അയച്ചു തരണം കേട്ടോ. ചിലപ്പോൾ തിരക്കായിരിക്കുമെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഓർപ്പിച്ചാൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഉറപ്പായിട്ട് നിങ്ങൾ എനിക്ക് ആ ഫീഡ്ബാക്ക് തരണം. ഞാൻ ആ ഫീഡ്ബാക്കുകൾ നിങ്ങൾ പറയുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്നുപോലും ഒഴിവാക്കാതെ ഞാൻ അതൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ യൂട്യൂബിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യും. ഇതുവരെ ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് ക്ലാസ് യൂട്യൂബിൽ ഇട്ടില്ല. പക്ഷേ ഇത് ഞാൻ തീർച്ചയായും ഇടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് തീർച്ചയായിട്ടും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ആണ്, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. കാര്യം ഇനി ഒരു അടുത്ത കോഴ്സിന് വരുന്നവർക്ക് എൻ്റെ നെഗറ്റീവ് കണ്ടിട്ട് വേണം, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കണ്ടിട്ട് വേണം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. വന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റീവും നിങ്ങളുടെ ഒരു നെഗറ്റീവ്സും ഞാൻ ഒഴിവാക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സാധനം എടുത്ത് ഞാൻ അങ്ങനെ ചെയ്യാം എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ്. ഇനി പിന്നീട് എനിക്ക് എന്തെന്ന് അറിയില്ല. എൻ്റെ പേര് നിങ്ങൾ പറ്റുമെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ തീർച്ചയായിട്ടും തരിക. അതൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടാൻ പറ്റുമെങ്കിൽ ഇടും. ഓക്കെ, എനിവേ എല്ലാവർക്കും ആശംസകൾ. നന്നായിട്ട് എഴുതുക. ഒരു കാരണവശാലും ടെൻഷൻ അടിച്ച് എക്സാം ഹാളിൽ എഴുതാൻ പോകരുത്. ഒരു ടെൻഷനും വേണ്ട. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്ത് ബ്രോ? യെസ്, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. ഒന്നുകൊണ്ട് ടെൻഷൻ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടെൻഷൻ നാളേക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് സംസാരിക്കാം. പ്രശ്നങ്ങളൊന്നുമില്ല. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ടെലഗ്രാം നമ്പറുണ്ട്. എവിടെയാണെങ്കിലും കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്, ടെൻഷൻ അടിച്ചിട്ട് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോക്കാണ്. ഞാൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ടെൻഷൻ അടിച്ച് കയറി കഴിഞ്ഞാൽ പോയി കംപ്ലീറ്റ് നമ്മൾ പോക്കാണ്. എക്സാം കംപ്ലീറ്റ് തൊലഞ്ഞു പോവും. അതുകൊണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ പോലും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്ക് ടഫ്, നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ടഫ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ ലെവലിൽ തന്നെ എക്സാം എഴുതുക. നെഗറ്റീവ് ഒന്നുമില്ല. നെഗറ്റീവ് ഓക്കെ, താങ്ക് യു. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. എല്ലാവരും ഒരുപാട് സന്തോഷം. അതാണ് ഞാൻ എനിക്കത് ആ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. എനിക്കൊന്ന് അയച്ചു തരാമോ ആ ക്വസ്റ്റ്യൻ ഒന്ന്? ഞാൻ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ ചെയ്തു തരാം. ബാക്കിയെല്ലാം പോയിക്കോളൂ, കുഴപ്പമില്ല. ആ ഒരു ഡൗട്ട് ചോദിച്ചാൽ ഇപ്പം തന്നെ ചെയ്തു തരാം. ഞാൻ പിന്നീട് ചെയ്തുതരാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. താങ്ക് യു ആരതി. ഒരുപാട് സന്തോഷം. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് വീണ്ടും ആ ക്വസ്റ്റ്യൻ ഒന്ന് അയക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ഞാൻ കരുതി പേഴ്സണലി അയച്ചാൽ ചെയ്തുതരാമെന്ന് ഞാൻ വിചാരിച്ചത്. സാരമില്ല, ക്വസ്റ്റ്യൻ അയച്ചോളൂ, ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരുടെ നിങ്ങൾ ഒരു കാരണവശാലും എക്സാം ഹാളിൽ ടെൻഷൻ അടിക്കരുത്. ഒരു ടെൻഷനിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി പറ്റുന്ന പോലെ ഇനിയിപ്പോൾ ഒന്നും നമുക്ക് ബ്ലാങ്ക് ആയി പോയാൽ പോലും നമുക്ക് പറ്റുന്ന മാത്രം എഴുതുക.
എക്സാം എഴുതിയിട്ട് ആവശ്യമില്ലാതെ നെഗറ്റീവ് ഉണ്ടാക്കി വെക്കരുത്. LGS ആണ്, സോ കട്ട് ഓഫ് ഒക്കെ ചിലപ്പോൾ കയറി വരും. പ്രിലിംസ് ആവുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ പേന എടുത്താൽ ജനലിലൂടെ പുറത്തേക്ക് കളഞ്ഞേക്ക്. കൈ ഇരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടല്ലോ, നമുക്ക് ഡൗട്ട് വന്ന ക്വസ്റ്റൻ ഉണ്ട്, എയോ ബിയോ ഓപ്ഷൻ എന്നൊക്കെ തോന്നൊക്കെ നമുക്ക് എഴുതാൻ തോന്നും. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ക്വസ്റ്റ്യൻ അയച്ചേക്കാവോ, വാട്സപ്പ് ചെയ്തേക്കോ, ഞാൻ ചെയ്ത് തന്നാൽ മതിയോ? എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ രണ്ടുപേർക്കും നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടുപേരും എനിക്കൊന്ന് ആരതിയും ദെൻ ഒന്ന് വാവയോ അല്ലെ, രണ്ടുപേരും എനിക്ക് ക്വസ്റ്റ്യൻ പേഴ്സണലി അയച്ചേക്കോ, ടെലഗ്രാമിനകത്തോ വാട്സപ്പിനകത്തോ അയച്ചോ. ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ശരി. അങ്ങനെ ചെയ്താൽ മതിയല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അതിനകത്ത്, പറഞ്ഞു തന്നാൽ മതിയല്ലോ ഞാനത്. കേട്ടില്ല. അപ്പൊ ഇന്ന് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്കാം കേട്ടോ, ഞാൻ വാട്സപ്പോ ടെലഗ്രാമിൽ ചെയ്തേക്കാൻ ഞാനത് പറഞ്ഞുതരാം. ശരി, ഓക്കെ, വൈൻഡപ്പ് ചെയ്യുവാന്നേ. ശരി, ഗുഡ് നൈറ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് എഴുതുക. ചെയ്തതിന് ശേഷം എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചേക്കണം കേട്ടോ. ആരെങ്കിലും ഒരാൾ എനിക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിരിക്കണം എക്സാം കഴിഞ്ഞ ഉടനെ. ഞാനിവിടെ വീട് എത്തിയോണ്ട് നമുക്ക് ചെയ്തേക്കാം കേട്ടോ. ശരി, ക്വസ്റ്റ്യൻ അയച്ചിരുന്നാൽ മതി. ശരി, ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.